ഹരി ഓം. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതഗോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സോലങ്കൃഷിഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ.
പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക്, ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഭാഗവതം ദശമസ്കന്ധം 5-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ. ഭഗവാന്റെ ജന്മോത്സവം ഗോകുലത്തിൽ നന്ദഗോപരും യശോദയും ഗോപന്മാരും എല്ലാവരും, നന്ദഗോപർക്കും യശോദയ്ക്കും ഇത്തിരി പ്രായം കൂടുതലായിട്ടുണ്ടായിരുന്നു. ഈ സന്ദർഭത്തിലാണ് ഇങ്ങനൊരു നല്ല ഉണ്ണിക്കണ്ണൻ ഉണ്ടായിരിക്കുന്നത്. അതാ ഗോകുലവാസികളെ മുഴുവൻ, ആബാലവൃദ്ധം ജനങ്ങളെയും സന്തോഷിപ്പിച്ച് അവരത് ഒരു വലിയ ഉത്സവമായി കൊണ്ടാടുന്നു, ശ്രീകൃഷ്ണ ജന്മോത്സവം. അപ്പോ ആ ഭാഗമാണ് നമ്മൾ 5-ാം അധ്യായത്തിൽ കാണുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ ആ യോഗമായാദേവിയുടെ പ്രത്യക്ഷഭാവവും കംസനുണ്ടായ മാറ്റവും, കംസൻ വസുദേവ ദേവകിമാരോട് ക്ഷമാപണം ചെയ്തതും അവരെ തുറന്നു വിട്ടതും ഒക്കെ കണ്ടു. അതിനുശേഷം നേരം പുലർന്നതായിട്ടുള്ള സമയത്ത് ദുർമന്ത്രികൾ വന്ന് കംസൻ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അവരുടെ ദുർമന്ത്രണം കൊണ്ട് ദുഷ്ടനായിത്തീർന്ന കംസൻ പിന്നെയും സജ്ജനങ്ങളെയൊക്കെ ഉപദ്രവിക്കാനുള്ള ഏർപ്പാട് ചെയ്തതും, ആ അസുര സ്വഭാവമുള്ളവരെല്ലാവരും കുട്ടികളെ കൊല്ലാനും ബ്രാഹ്മണരെയും ഗോക്കളെയും സജ്ജനങ്ങളെയും ഋഷിമാരെയും ഒക്കെ ഹിംസിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പുറപ്പെടുന്നതുമായിട്ടുള്ള ഭാവം വരെയാണ് കണ്ടത്. അപ്പോൾ ഇനി നമ്മളെ ശുകബ്രഹ്മർഷി നേരെ ഗോകുലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. മധുരാപുരി വിട്ട് ഭഗവാൻ നന്ദഗോപരുടെയും യശോദയുടെയും വളർത്തുപുത്രനായി വാഴുന്ന ആ ഗോകുലത്തിലേക്ക് നമ്മെ കൂട്ടിയിട്ട് പോകുന്നു. ഒരു സെക്കൻഡ്, ഒരു ഫോണ് അത്യാവശ്യം നോക്കട്ടെ. അപ്പൊ നമുക്ക് 5-ാം അധ്യായം വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ 5-മോऽധ്യായഃ. ശ്രീശുക ഉവാച. നന്ദസ്ത്വാത്മജ ഉത്പന്നേ ജാതാഹ്ലാദോ മഹാമനാഃ. आहूय विप्रान् वेदज्ञान् स्नातः शुचिरलङ्कृतः. वाचयित्वा स्वस्त्ययनम् जातकर्मात्मजस्य वै. कारयामास विधिवद पितृदेवार्चनम् तथा. धेनूनाम् नियुते प्रादात् विप्रेभ्यः समलङ्कृते. तिलाद्रीन् सप्तरत्नौघशातकौम्बाम्बरावृतान्. कालेन स्नानशौचाभ्याम् संस्कारैस्तपसेज्जया. शुद्ध्यन्ति दानैः सन्तुष्ट्या द्रव्याण्यात्मात्मविद्यया. सौमङ्गल्यगिरो विप्राः सूतमागतवन्दिनः. गायकाश्च जगुर्नेदुः भैर्यो दुन्दुभयो मुहुः.
വ്രജസംമൃഷ്ടസംസിക്തദ്വാരാജിരഗൃഹാന്തരഃ ചിത്രധ്വജപതാകാസ്രച്ഛൈലപല്ലവതോരണൈഃ ഗാവോ വൃഷാവത്സതരാ ഹരിദ്രാ തൈലരൂഷിതാഃ വിചിത്രധാതു ബർഹസ്രഗ് വസ്ത്രകാഞ്ചനമാലിനഃ മഹാർഹവസ്ത്രാഭരണ കഞ്ചുകോഷ്ണീഷഭൂഷിതാഃ ഗോപാസമായയൂരാജൻ നാനോപായനപാണയഃ ഗോപ്യശ്ചാകർണ്യമുദിതാ യശോദായാ സുതോത്ഭവം ആത്മാനം ഭൂഷയാൻ ചക്രുഃ വസ്ത്രാകൽപാഞ്ജനാദിഭിഃ നവകുങ്കുമകിഞ്ചൽക്കമുഖപങ്കജഭൂതയഃ ബലിഭിസ്ത്വരിതം ജഗ്മുഃ പൃഥുശ്രോണ്യശ്ചലത്കുചാഃ ഗോപ്യഃ സുമൃഷ്ടമണികുണ്ടലനിഷ്കകണ്ഠ്യഃ ചിത്രാംബരാ പതിശിഖാച്യുതമല്യവർഷാः നന്ദാലയം സബലയാ വ്രജതീർവിരേജുഃ വ്യാലോലകുണ്ടലപയോധരഹാരശോഭാः താ ആശിഷപ്രയുഞ്ജാനാച്ചിരം പാഹീതി ബാലകേ ഹരിദ്രാചൂർണതൈലാദ്ഭിः സിഞ്ചന്ത്യോ ജനമുജ്ജഗുഃ അവാദ്യന്തവിചിത്രാണി വാദിത്രാണി മഹോത്സവേ കൃഷ്ണേ വിശ്വേശ്വരേ അനന്ദേ നന്ദസ്യ വ്രജമാഗതേ ഗോപാ പരസ്പരം ഹൃഷ്ടാ ദധിക്ഷീരകൃതാംബുഭിഃ ആസിഞ്ചന്തോ വിലിംബന്തോ നവനീതൈശ്ച ചിക്ഷിപുഃ നന്ദോ മഹാമനാസ്തേഭ്യോ വാസോലങ്കാരഗോധനം സൂതമാഗതവന്ദിഭ്യോ യേന്യേ വിദ്യോപജീവിനഃ തൈസ്തൈകാമൈരധീനാത്മാ യഥോചിതമപൂജയത് വിഷ്ണോരാരാധനാർത്ഥായ സ്വപുത്രസ്യോദയായ ച രോഹിണീ ച മഹാഭാഗ നന്ദഗോപാഭിനന്ദിതാ വ്യചരദ്ദിവ്യവാസസ്രക്കണ്ഠാഭരണഭൂഷിതാ തദാരഭ്യ നന്ദസ്യ വ്രജഃ സർവസമൃദ്ധിമാൻ ഹരേർനിവാസാത്മഗുണൈഃ രമാക്രീഡമഭൂൻ നൃപ ഗോപാൻ ഗോകുലരക്ഷായാം നിരൂപ്യ മധുരാം ഗതഃ നന്ദകംസസ്യ വാർഷിക്യം കരം ദാതും കുരുദ്വഃ വസുദേവ ഉപസൃത്യ ഭ്രാതരം നന്ദമാഗതം ജ്ഞാത്വാ ദത്തകരം രാജ്ഞേ യയൗ തദവമോചനം തം ദൃഷ്ട്വാ സഹസോത്ഥായ ദേഹഃ പ്രാണമിവാഗതം പ്രീതഃ പ്രിയതമം ദോർഭ്യാം സസ്വജേ പ്രേമവിഹ്വലഃ പൂജിതഃ സുഖമാസീനഃ പൃഷ്ട്വാ നാമയമാദൃതഃ പ്രസക്തധീ സ്വാത്മജയോഃ ഇദമാഹ വിശംബദേ ദിഷ്ട്യാ പ്രാതഃ പ്രവയസഃ ഇദാനീമപ്രജസ്യത്തെ പ്രജാശായാ നിവൃത്തസ്യ പ്രജായത് സമപദ്യത ദിഷ്ട്യാ സംസാരചക്രേऽസ്മിൻ വർത്തമാനഃ പുനർഭവഃ ഉപലബ്ധോ ഭവാനദ്യ ദുർലഭം പ്രിയദർശനം നൈകത്ര പ്രിയസംവാസഃ സുഹൃദാം ചിത്രകർമ്മണാം ഓഘേന വ്യൂഹ്യമാനാനാം പ്ലവാനാം സ്രോതസോ യദാ കച്ചിത് പശവ്യം നിരുജം ഭൂര്യംബുതൃണവീരുധം ബൃഹദ്വനം തദധുനാ യത്രാസ്തേ ത്വം സുഹൃദ്വൃതഃ ഭ്രാതർമമ സുതഃ കച്ചിന്മാത്രാ സഹ ഭവദ്വ്രജേ താതം ഭവന്തം മന്വാനോ ഭവദ്ഭ്യാം ഉപലാളിതഃ പുംസസ്ത്രിവർഗോ വിഹിതഃ സുഹൃദോ ഹ്യനുഭാവിതഃ ന തേഷു ക്ലിശ്യമാനേഷു ത്രിവർഗോർത്ഥായ കൽപ്പത്തെ നന്ദ ഉവാച അഹോ തേ ദേവകീ പുത്രാഃ കംസേന ബഹവോ ഹതാഃ ഏകാവശിഷ്ടാ അവരജാ കന്യാ സാപി ദിവംഗതാ നൂനം ഹ്യദൃഷ്ടനിഷ്ഠോയം അദൃഷ്ടപരമോ ജനഃ അദൃഷ്ടമാത്മനസ്തത്വം യോ വേദ ന സമുഹ്യതി വസുദേവ ഉവാച കരോ വൈവാർഷികോ ദത്തോ രാജ്ഞേ ദൃഷ്ടാ വയം ച വഃ നേഹസ്തേയം ബഹുതിദം സന്ധ്യുൽപാദാശ്ച ഗോകുലേ ശ്രീശുക ഉവാച ഇതി നന്ദാദയോ ഗോപാഃ പ്രോക്താസ്തേ ശൗരിണാ യയുഃ അനോഭിർ അനടുദ്യുക്തൈഃ തം അനുജ്ഞാപ്യ ഗോകുലം
हरि ओम श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां दशमस्कन्धे पूर्वार्धे नन्दवसुदेव संगमो नाम पंचमोऽध्यायः। सर्वत्र गोविन्द नाम संकीर्तनं गोविन्द गोविन्द। नारायणाखिल गुरो भगवन् नमस्ते, नारायणाखिल गुरो भगवन् नमस्ते, नारायणाखिल गुरो भगवन् नमस्ते। हरे नारायण। ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ ദേവീ ദർശനം കൊണ്ടും സ്പർശനം കൊണ്ടും സത്സംഗം കൊണ്ട് പവിത്രനായ കുറച്ചു നേരത്തേക്ക് സത്വഗുണം വർദ്ധിച്ച കംസൻ വസുദേവ ദേവകിമാരെ ആശ്വസിപ്പിച്ച് അവരെ തുറന്നുവിട്ട് അവരോട് ക്ഷമാപണം ചെയ്യുന്നതൊക്കെ വിസ്തരിച്ച് കണ്ടു. അതിനുശേഷം അദ്ദേഹം നേരം പുലർന്നപ്പോഴേക്കും മന്ത്രിമാരെല്ലാവരും വിളിച്ചുകൂട്ടി. എല്ലാവരും വന്നു, ഉണ്ടായ കാര്യം പറഞ്ഞു. ആ മന്ത്രിമാര് കംസനെ നല്ല ദുഷ്ടകാര്യങ്ങളാണ് ഉപദേശിച്ചത്. ദുർബുദ്ധികളായിട്ടുള്ള മന്ദബുദ്ധികളായിട്ടുള്ളവർ കംസന്റെ മരണം വേഗത്തിലാക്കാൻ വേണ്ടി, സ്വന്തം മരണവും വേഗം വരാൻ വേണ്ടി. അപ്പോ വിഷ്ണുവാണ് അങ്ങയുടെ ശത്രു. ആ വിഷ്ണുവിന് സഹായികളായിരിക്കുന്നത് ദേവന്മാരാണ്. ദേവന്മാർക്ക് മൂലം വിഷ്ണുവാണ്. അപ്പൊ വിഷ്ണുവിനെ നശിപ്പിച്ചാൽ ദേവന്മാരെ നശിപ്പിക്കാം. വിഷ്ണുവിനെ നശിപ്പിക്കാനായിട്ട് യാഗങ്ങളും യജ്ഞങ്ങളും പശുക്കളും ബ്രാഹ്മണരെയും വേദങ്ങളെയൊക്കെ നശിപ്പിച്ചാൽ മതി, ഋഷീശ്വരന്മാരെ നശിപ്പിച്ചാൽ മതി. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടു വിശദമായിട്ട് അവരുടെ ഉപദേശം. അപ്പൊ ഇത് കേട്ട് അതങ്ങോട്ട് വിശ്വസിച്ച് തനിക്കിനിയിപ്പോൾ ആകെ രക്ഷ, താൻ തന്നെ തന്റെ രക്ഷ നോക്കണം. ജനിച്ച കുട്ടികളെയൊക്കെ, അടുത്ത കാലത്ത് ജനിച്ച കുട്ടികളെയൊക്കെ ആദ്യം കൊന്നുകളയുക, പിന്നെ വിഷ്ണുവിനെ ദുർബലപ്പെടുത്താനും ദേവന്മാരെ തോൽപ്പിക്കാനുമായിട്ട് സജ്ജനങ്ങളെ നശിപ്പിക്കുക, വേദങ്ങളും യാഗങ്ങളും യജ്ഞങ്ങളും പൂജകളും എല്ലാം നശിപ്പിക്കുക എന്നുള്ള ആശയത്തിന് അനുമതി കൊടുത്തു. അങ്ങനെ ദുഷ്ടന്മാരായിട്ടുള്ള, പ്രകൃത്യാ തന്നെ ക്രൂരന്മാരായിട്ടുള്ള ആ അസുര സ്വഭാവമുള്ളവർ ജനങ്ങളെ ഉപദ്രവിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. എന്തായാലും അവരുടെയൊക്കെ വിനാശകാലേ വിപരീത ബുദ്ധി എന്നാണ് അവസാനം നമ്മൾ കണ്ട ആശയം. മഹത്തുക്കളെ അതിക്രമിക്കുന്നവരുടെ ആയുസ്, ശ്രീ, യശസ്, ധർമ്മം, ലോകങ്ങൾ, ആശിസ്സുകൾ എല്ലാം സർവശ്രേയസ്സുകളും ഹനിക്കപ്പെടുന്നു, നശിക്കപ്പെടുന്നു. അപ്പൊ എന്തായാലും അവര് അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടു എന്ന് പറഞ്ഞ് കഴിഞ്ഞ അധ്യായം 46 ശ്ലോകങ്ങൾ അവസാനിച്ചു. ഇനി ഇത് 5-ാം അധ്യായമാണ് നമ്മളിപ്പോൾ വായിച്ചത്. 32 ശ്ലോകങ്ങളാണ്. അതിൽ ശ്രീകൃഷ്ണ ജന്മോത്സവമാണ് മുഖ്യ വിഷയം. ആദ്യം തന്നെ നന്ദഗോപര് തനിക്ക് പുത്രനുണ്ടായതിന്റെ സന്തോഷം, ആ കുട്ടിക്ക് വേണ്ട ജാതകർമ്മം, അതുപോലെ ബ്രാഹ്മണർക്ക് ദാനാദികൾ ഒക്കെ ചെയ്യുന്ന ഭാഗമാണ് ആദ്യ ഭാഗം. അത് കഴിഞ്ഞ് ഗോകുലത്തിലുള്ള എല്ലാവരും വിവരമറിഞ്ഞ് അത് സന്തോഷമായിട്ട് ഉത്സാഹമായിട്ട് എല്ലാവരും വേഗം തന്നെ അവരുടെ രാവിലത്തെ പണികളൊക്കെ കഴിച്ച് കുളിച്ച് നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ധരിച്ച് സമ്മാനങ്ങളുമൊക്കെ ആയിട്ട് ആഘോഷമായിട്ട് കുട്ടിയെ കാണാൻ വരുന്ന രംഗങ്ങളാണ്. അങ്ങനെ അത് കഴിയുമ്പോഴേക്കും ആ ഉത്സവത്തിന്റെ ചൂട് നിൽക്കുമ്പോൾ തന്നെ നന്ദഗോപർക്ക് കംസന് കരമടയ്ക്കാനുള്ള സമയമായതുകൊണ്ട് അതിന് പോകേണ്ടി വന്നു. അവിടെ വെച്ച് വസുദേവരും നന്ദഗോപരും കൂടിയുള്ള സമാഗമമാണ് അവസാന ഭാഗം വർണ്ണിച്ചത്. ഇതെല്ലാം നമുക്കിന്ന് കാണാം. 32 ശ്ലോകം ആയതുകൊണ്ട് 2 ക്ലാസ്സുകൾ വേണ്ടി വരും. അപ്പോൾ നമുക്ക് പകുതി ഇപ്പോൾ കാണാം, പകുതി വൈകുന്നേരം കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ പഞ്ചമോऽധ്യായഃ. ശ്രീശുക ഉവാച.
നന്ദസ്ത്വാത്മജ ഉത്പന്നേ ജാതാഹ്ലാദോ മഹാമനാഃ आहूय विप्रान् दैवज्ञान् स्नातः शुचिरलङ्कृतः वाचयित्वा स्वस्त्ययनम् जातकर्मात्मजस्य वै कारयित्वा कारयामास विधिवत् पितृदेवार्चनम् तथा श्रीशुक उवाच नन्दस्त्वात्मज उत्पन्ने जाताह्लादो महामनाः आहूय विप्रान् दैवज्ञान् स्नातः शुचिरलङ्कृतः. അപ്പോ ശ്രീശുക ബ്രഹ്മർഷി കഥ തുടരുകയാണ്. നന്ദഃ തു ആത്മജേ ഉൽപ്പന്നേ സതി ജാതാഹ്ലാദഃ മഹാമനാഃ आहूय विप्रान् दैवज्ञान् स्नातः शुचिः अलङ्कृतः. നന്ദഃ തു നന്ദനാകട്ടെ എന്നാണ്. അപ്പൊ ഇവിടെ നന്ദനാകട്ടെ, അവിടെ വസുദേവര് സങ്കടപ്പെടുന്ന അവസ്ഥയായിരുന്നു അല്ലെ. ഭഗവാനെ സ്വന്തം പുത്രനായിട്ട് ജനിച്ചിട്ട് പോലും വസുദേവർക്ക് നേരിട്ട് കാണാനോ അനുഭവിക്കാനോ ഉള്ളതായിട്ടുള്ള യോഗം ഇല്ല. കുറെ കാലം കാത്തു നിൽക്കേണ്ടി വന്നു ഭഗവാനെ മകനായിട്ട് അനുഭവിക്കാൻ അല്ലേ. അപ്പോഴേക്കും മകന്റെ ബാല്യം കഴിഞ്ഞു, ആള് വലിയ ആളായി കഴിഞ്ഞു, കേമനായി കഴിഞ്ഞു. ഇനി കൊഞ്ചിക്കാനുള്ള അവസരമൊക്കെ നഷ്ടപ്പെട്ടു. അപ്പോ ആ ഭഗവാൻ വിഷ്ണു തന്നെ ഏറ്റവും മനോഹരമായ ആ കൃഷ്ണ ലീല ചെയ്യുന്ന കൃഷ്ണ അവതാരമെടുത്ത് ഏറ്റവും അത്ഭുത ശിശുവായി എല്ലാവരെയും ആകർഷിക്കുന്നതായിട്ടുള്ള മൂർത്തിയോടും ലീലകളോടും കൂടി ആർക്കാണ് ഭാഗ്യം ലഭിച്ചത്? ആ നന്ദനാണ്. അതാണ് നന്ദഃ തു എന്നുള്ള നന്ദനെ വിശേഷിപ്പിച്ച് വർണ്ണിക്കുകയാണ്. ഭാഗ്യവാനാണ് നന്ദൻ എന്നർത്ഥം. ചില ആചാര്യന്മാരെ എവിടുന്നൊക്കെയോ തപ്പിയെടുത്തിട്ട് ഈ ദേവകിയുടെ പൂർവജന്മത്തെക്കുറിച്ച് 3 ജന്മത്തെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞു ഭാഗവതത്തില്. അതല്ലാതെ വേറെ ഇടയിലുള്ള ജന്മങ്ങളുണ്ട്, അത് കൈകേയിയായിരുന്നു ദേവകി എന്നൊക്കെ പറയുന്നുണ്ട്. കൈകേയി രാമനെ കാട്ടിലേക്ക് അയച്ചതിന്റെ ഫലമാണ് ഈ ജന്മത്തിൽ ദേവകിക്ക് കുറെ കാലം ഭഗവാനിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വന്നത്. യശോദ കൗസല്യായിരുന്നു എന്നും ഇങ്ങനെയൊക്കെ കഥകളുണ്ട്. കൗസല്യ 14 വർഷം മകനെ ഭഗവാനെ പിരിഞ്ഞിരുന്നതിന്റെ തപസ് മനസ്സുകൊണ്ട് തപിച്ചിരുന്നതിന്റെ ഫലമായിട്ടാണ് ബാല്യത്തിൽ തന്നെ കുട്ടിയെ ലാളിക്കാനായിട്ട് കിട്ടിയത് എന്നൊക്കെയുള്ളതായിട്ടുള്ള കഥകൾ പലരും പറയുന്നുണ്ട്. അതിന്റെ പ്രമാണം ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ കേട്ടത് പറഞ്ഞത് മാത്രമാണ് നിങ്ങൾക്ക് പിന്നീട് എന്താ പറയുക പരീക്ഷിച്ച് നമുക്കത് എവിടെയെങ്കിലും ഏതെങ്കിലും പ്രമാണത്തിലുണ്ടോ ഏതെങ്കിലും പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ പിന്നീട് നമുക്ക് തപ്പിയെടുക്കാം എവിടെയെങ്കിലും. അതന്നെ. അപ്പോൾ ഓരോരുത്തർ ഓരോന്ന് പറയുന്നുണ്ട്. എന്തായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, കർമ്മങ്ങളുണ്ടാവും. എന്തായാലും ഭഗവാൻ പറഞ്ഞതിന് കൂടുതലായിട്ടൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ എന്താ പറയുക എന്നെ പുത്രഭാവത്തിലും ഈശ്വരഭാവത്തിലും കണ്ട് നിങ്ങൾ മുക്തരായി തീരണം. നിങ്ങൾ 3 ജന്മം നിങ്ങൾ എന്നെ പുത്രനായിട്ട് വേണമെന്ന് ആഗ്രഹിച്ചു. ഇതിപ്പോ 3ാമത്തെ ജന്മത്തിലാണ് ഞാൻ നിങ്ങൾക്ക് പുത്രനായി വരുന്നത് എന്ന് പറഞ്ഞു കൊടുത്തു. അതുപോലെ ഇനി ഇവരുടെ ജന്മത്തെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ. വസുക്കളിൽ ദ്രോണൻ എന്ന വസുവാണ് നന്ദൻ. ആ ദ്രോണന്റെ പത്നിയായ ധര ആണ് യശോദ. അവര് ബ്രഹ്മദേവനിൽ നിന്ന് വരം മേടിച്ചത് ഭക്തി ഉണ്ടാവാനാണ്. അപ്പൊ ആ ഭക്തി ഉണ്ടാവാനുള്ള എളുപ്പവഴി ഭഗവാനെ ബാലഭാവത്തിൽ ലാളിക്കുക, മനസ്സ് ഭഗവാനിൽ ഉറപ്പിക്കുക. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഇനി വരുന്നുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള ആശയങ്ങളും ഉണ്ട്. അങ്ങനെ വിവിധങ്ങളായ കഥകൾ പല ഭാഗത്തും പറയുന്നുണ്ട് എന്ന് പറയാം. നമുക്ക് ഭാഗവതം മാത്രം മതി, ബാക്കിയുള്ളതൊക്കെ അവിടെ ഇരിക്കട്ടെ അല്ലേ.
ഭാഗവതത്തെ മാത്രം ആശ്രയിച്ചാൽ മതി. നാരായണ. അപ്പോ ഭാഗ്യവാനായ നന്ദൻ എന്നെടുക്കാം നമുക്ക്. നന്ദഃ തൂ ആത്മജേ ഉത്പന്നേ സതി, തനിക്ക് പുത്രൻ ഉൽപ്പന്നമായപ്പോൾ, തനിക്ക് പുത്രനുണ്ടായപ്പോൾ എന്നർത്ഥം. ജാതാഹ്ലാദ, അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആഹ്ലാദം ജാതമായി, വളരെയധികം സന്തോഷിച്ചു. കാരണം യശോദയ്ക്കും നന്ദഗോപർക്കും കുറച്ച് മധ്യവയസ്സ് കഴിഞ്ഞിട്ടുണ്ട്, കുറെ കാലമായി അവർക്ക് കുട്ടികളില്ലാതെ. അപ്പോ ആ ഉണ്ടായിട്ടുള്ള സന്തോഷം, അതും ആൺകുട്ടിയാണ് ഉണ്ടായിരിക്കണം അവരുടെ അറിവില്, പെൺകുട്ടിയല്ല അല്ലെ. അപ്പൊ ഒന്നുകൂടെ സന്തോഷം കൂടും. അതും ഇത്രയും കോമള ബാലൻ, സുന്ദര ബാലൻ, ആ ഉണ്ണിക്കണ്ണനെ കണ്ടു കഴിഞ്ഞാൽ ആർക്കും അല്ലെ നീലക്കല്ല് പോലെയുള്ളതായിട്ടുള്ള വർണ്ണവും അതുപോലെയുള്ള കോമളങ്ങളായ അവയവങ്ങളും മന്ദഹാസവും എല്ലാം കൂടി എല്ലാവരെയും മയക്കാൻ വളരെ എന്താ പറയുക സാമർഥ്യമുള്ള സൗന്ദര്യോത്തരതോപി സുന്ദരതരം മാധുര്യ ദുര്യാദപി മധുരം അല്ലെ, കാന്തിമത്തുക്കളായ വസ്തുക്കളിൽ വെച്ച് കാന്തം, അങ്ങനെയുള്ള ഈ ഭഗവാന്റെ സുന്ദരമൂർത്തിയെ കണ്ടു കഴിയുമ്പോൾ സന്തോഷം ഇല്ലാതിരിക്കുവോ? സാക്ഷാൽ സച്ചിദാനന്ദ കട്ട അല്ലെ, ആ സച്ചിദാനന്ദ കട്ടയെ കണ്ട് ജാതാഹ്ലാദ, അദ്ദേഹം മഹാമനാഹ, വിശാല മനസ്കനാണ്, ഉദാര മനസ്കനാണ്, ദാനാദികൾ ചെയ്യുന്നതിൽ വളരെ മനസ്സുള്ള ആളാണ്. എല്ലാവരെയും സന്തോഷിപ്പിക്കുക, പ്രത്യേകിച്ച് സജ്ജനങ്ങളെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവമാണ് എന്നർത്ഥം. അതാണ് മഹാമനാഹ എന്ന് പറയുന്നത്. പിശുക്കൊട്ടുമില്ല ഒരു കാര്യത്തിലും, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വിശാല മനസ്കനാണ്. അങ്ങനെയുള്ള അദ്ദേഹം തന്റെ പുത്രന് അഭ്യുദയം ഉണ്ടാവാൻ വേണ്ടി, തനിക്ക് പുത്രൻ ജനിച്ചു, ആ പുത്രന് നല്ലോണം ദീർഘായുസ്സും ആരോഗ്യവും എല്ലാ കാര്യത്തിലും ഐശ്വര്യവും വിജയവും ഒക്കെ ഉണ്ടാവണം. വളർന്നു വരുമ്പോ എല്ലാവരുടെയും അനുഗ്രഹം സമ്പാദിച്ച് പ്രശസ്തനായി തീരണം, ധന്യാത്മാവായി തീരണം, ലോകത്തിന് പ്രയോജനമുള്ള ഒരു പുത്രനായി തീരണം. ഇതൊക്കെ അച്ഛനമ്മമാര് പ്രാർത്ഥിക്കണം മക്കളുണ്ടാവുമ്പോ. അപ്പൊ ആ ഒരു സങ്കല്പത്തോടെ മഹാമനാഹ, ശ്രേഷ്ഠനായ പുത്രൻ ഉണ്ടാവാൻ അല്ലെങ്കിൽ പുത്രൻ ശ്രേഷ്ഠനായി തീരാൻ സങ്കല്പിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുഗ്രഹം ആവഹിക്കുകയാണ്. അപ്പൊ ആരുടെയൊക്കെ അനുഗ്രഹങ്ങള്? ആദ്യം തന്നെ ഭൂമിയിലുള്ള പ്രത്യക്ഷ ദേവന്മാരായിട്ടുള്ള ബ്രാഹ്മണരെയൊക്കെ വിളിച്ചു വരുത്തി. ആഹൂയ വിപ്രാൻ ദൈവജ്ഞാൻ, അവര് ദൈവജ്ഞന്മാരാണ്. ദൈവജ്ഞന്മാർ എന്ന് പറഞ്ഞാല് വളരെ ദൈവീകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നവർ, ജ്യോതിഷാദികളിൽ പ്രവീണന്മാർ. കുട്ടിയുടെ എന്താ പറയുക ജന്മസമയത്തെ നോക്കി ആ കുട്ടിയുടെ ജാതകത്തെക്കുറിച്ചും മറ്റുമൊക്കെ പ്രവചിക്കാൻ കഴിവുള്ളവരും ത്രികാലജ്ഞാനികളും ഒക്കെ ആയിട്ടുള്ള മഹാത്മാക്കളായിട്ടുള്ള അറിവുള്ളവരായ വിപ്രന്മാരെയും ആഹൂയ എല്ലാവരെയും വിളിച്ചു വരുത്തി. അവർക്ക് എല്ലാവർക്കും ദാനം കൊടുക്കാനും സമ്മാനം കൊടുക്കാനും അവരുടെയൊക്കെ അനുഗ്രഹങ്ങൾ വാങ്ങിക്കാനും അവരുടെയൊക്കെ എന്താ പറയുക അഭിപ്രായങ്ങൾ അവര് ജാതകത്തെ നോക്കി പറയും. കുട്ടിയുടെ ജന്മസമയം നോക്കിയിട്ട് ഈ കുട്ടിക്ക് ഇന്നതൊക്കെയാണ് ഭാവി, ഇന്ന ദോഷങ്ങളും കാണുന്നുണ്ട്, അതിന് പരിഹാരങ്ങൾ ഇന്നതൊക്കെയാണ് എന്നൊക്കെ പരിഹാരം ഒക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ ആ ജാഗ്രതയോടുകൂടെ അല്ലെ, അതിനാണ് നമ്മൾ ദൈവജ്ഞന്മാരെ സമീപിക്കുന്നത്. നമ്മുടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വഴിയിൽ തടസ്സങ്ങൾ വരാനുണ്ടോ, ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് വിഘ്നങ്ങളായി വരാനുള്ളത്, എന്തൊക്കെ കർമ്മബന്ധങ്ങളാണുള്ളത്, അതിനൊക്കെ പ്രായച്ചിത്തങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ദൈവജ്ഞന്മാരെ നമ്മൾ സമീപിക്കേണ്ടത്. അപ്പൊ അവരത് പറഞ്ഞു തരണം. നിങ്ങൾക്ക് ഇന്ന സൽക്കർമ്മങ്ങൾ ചെയ്യൂ, ദുരിതങ്ങളൊക്കെ ക്ഷയിച്ച് കണ്ണിൽ തട്ടേണ്ടത് പുരുകത്തിൽ തട്ടി മാറിപ്പോകും എന്നിങ്ങനെ പ്രേരിപ്പിക്കേണ്ടവരാണ് ദൈവജ്ഞന്മാര്. അപ്പൊ അങ്ങനെയുള്ള ആ ദൈവജ്ഞന്മാരെയൊക്കെ വിളിച്ചു വരുത്തി, വിപ്രന്മാരെ വരുത്തി. സ്വയം സ്നാത, താൻ കുളിച്ചു. ശുചിഹി, നല്ല ശുചിയായി മാറി. അലങ്കൃത, ശുദ്ധനായി, നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചു. കാരണം നല്ല സന്ദർഭമാണ്, നല്ല മുഹൂർത്തമാണ്, തീർത്ഥമുഹൂർത്തം. തീർത്ഥമുഹൂർത്തം എന്ന് പറഞ്ഞാല് ഭൂമിയില് സ്ഥാനങ്ങൾ, തീർത്ഥസ്ഥാനങ്ങളുണ്ട്. അവിടെ വെച്ച് നല്ല കർമ്മങ്ങൾ ചെയ്താൽ കൂടുതൽ ബലം അല്ലെ. ഇപ്പൊ പുണ്യസ്ഥലങ്ങളിൽ വെച്ച് നമ്മൾ ദാനധർമാദികള് കർമ്മങ്ങളൊക്കെ ചെയ്താൽ അധികം ബലം. സാധാരണ
എന്താ പറയുക, കുഴിമന്തികൾ നിറഞ്ഞ സ്ഥലത്ത് വെച്ച് ചെയ്താൽ അത് ഫലിക്കില്ല. നേരെ മറിച്ച് നല്ല സൽക്കർമ്മങ്ങളും സജ്ജനങ്ങളും താമസിക്കുന്ന സ്ഥലത്ത് വെച്ച് ചെയ്താൽ നല്ല ഫലമുണ്ടാവും. അപ്പോ ഇവിടെ അതുപോലെ ടൈമിലുമുണ്ട് തീർത്ഥ മുഹൂർത്തങ്ങൾ. ഇവിടെ എന്തുകൊണ്ട് തീർത്ഥ മുഹൂർത്തം? സന്തതികൾ ഉണ്ടാവുന്നത് ഏറ്റവും പവിത്രമായിട്ടുള്ള സമയമാണ്. ആ സന്തതികൾ ഉണ്ടാവുന്ന ഗൃഹത്തില് ദേവന്മാരും പിതൃക്കളും പ്രസാദിച്ചു നിൽക്കും. ദേവന്മാരുടെയും പിതൃക്കളുടെയും പ്രസാദം ആ ഗൃഹത്തിലേക്ക് ഉണ്ടാവും. ആ സന്തതിക്കും അതുപോലെ അച്ഛനമ്മമാർക്കും ഒക്കെ ദേവപിതൃക്കളുടെ അനുഗ്രഹം വർഷിക്കുന്ന സമയമാണ്. അവർ സന്തോഷിക്കുന്ന സമയമാണ്. കാരണം ഈ ഗൃഹത്തില് ഒരു ഉണ്ണി ഉണ്ടായിരിക്കണു. ഇപ്പൊ ഇവര് തുടരുന്നതായിട്ടുള്ള സംസ്കാരം, ഇവർ തുടരുന്ന സൽക്കർമ്മങ്ങൾ, പൂജാദികൾ, പിതൃയജ്ഞങ്ങൾ, ദേവയജ്ഞങ്ങൾ ഇതെല്ലാം തുടർന്ന് നടത്താനുള്ള കണ്ണികളായി, പരമ്പരയായി നമുക്ക് സമാധാനിക്കാം. നമ്മുടെ ഭാവി സുരക്ഷിതമായി എന്ന് ദേവന്മാരും പിതൃക്കളും കരുതുന്ന സമയമാണ്. ദേവന്മാർക്ക് ഭാവിയില് ഹവ്യം കിട്ടണമെങ്കിൽ ഇവര് മരിച്ചുപോയാലും അതേ കർമ്മങ്ങൾ തുടരാനുള്ള ആളുകൾ വേണം. അതുപോലെ പിതൃക്കൾക്ക് കവ്യം, തർപ്പണം എല്ലാം ലഭിക്കണമെങ്കിൽ ഇവിടെ പരമ്പരകൾ ഉണ്ടാവണം. അപ്പൊ ഉണ്ടാവുമ്പോൾ അവർ സന്തോഷിക്കുന്നു, ഇല്ലാതിരിക്കുമ്പോൾ അവർ വിഷമിക്കുന്നു. സന്തതികളില്ലാത്ത കുടുംബത്തെ നോക്കി പിതൃക്കളും മറ്റുമൊക്കെ നെടുവീർപ്പെടുന്നു, അല്ലേ? നമ്മളതൊക്കെ ആത്മദേവന്റെ കഥയിലും മറ്റൊക്കെ എന്താണ് ഭാഗവത മാഹാത്മ്യത്തിലൊക്കെ കണ്ടതാണ്. അപ്പോ എന്തായാലും ആ ഒരു പവിത്ര മുഹൂർത്തം, തീർത്ഥ മുഹൂർത്തത്തില് അദ്ദേഹം കുളിച്ച് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് തയ്യാറായി. എന്തിനാ വിളിച്ചു വരുത്തിയവർക്കൊക്കെ സമ്മാനം കൊടുക്കാനും അവരുടെയൊക്കെ ആശീർവചനങ്ങൾ ഏറ്റുവാങ്ങാനും അവരിൽ നിന്ന് നല്ല ഉപദേശങ്ങൾ സ്വീകരിക്കാനും. അപ്പൊ നമ്മളുമൊക്കെ ഇതാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഗൃഹത്തില് സന്തതികളൊക്കെ ഉണ്ടാവണമെങ്കിൽ നല്ലോണം ഇവരുടെയൊക്കെ അനുഗ്രഹങ്ങൾ വേണം. അതുപോലെ ഉണ്ടായാലും അനുഗ്രഹം വേണം. എപ്പോഴും സജ്ജനങ്ങളുടെ അനുഗ്രഹം വേണം എന്നുള്ള ചിന്ത ഉണ്ടാവണം. വാചയിത്വാ സ്വസ്ത്യയനം ജാതകർമാത്മജസ്യ വൈ കരയാമാസ വിധിവത് പിതൃദേവാർച്ചനം തഥാ. വാചയിത്വാ സ്വസ്ത്യയനം ജാതകർമാത്മജസ്യ വൈ കരയാമാസ വിധിവത് പിതൃദേവാർച്ചനം തഥാ. അപ്പൊ ഈ വന്ന ബ്രാഹ്മണരെ കൊണ്ടൊക്കെ സ്വസ്ത്യയനം വാചയിത്വ. സ്വസ്ത്യയനം എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് വേണ്ടി ചൊല്ലേണ്ടതായിട്ടുള്ള പ്രാർത്ഥനാ രൂപത്തിലുള്ള പലതരത്തിലുള്ള സൂക്തങ്ങളാണ്. ആയുസ് സൂക്തം, ഭാഗ്യസൂക്തം മുതലായിട്ടുള്ള സൂക്തങ്ങളെ കൊണ്ട് ഈ കുട്ടിയെ അനുഗ്രഹിക്കണം. ഈ കുട്ടി ദീർഘായുസ്സായി ഭവിക്കട്ടെ, ആരോഗ്യവാനായി ഭവിക്കട്ടെ, ഇവൻ എല്ലാ ഭാഗ്യങ്ങളും വന്നു ചേരട്ടെ എന്നുള്ള പ്രാർത്ഥനകളോടുകൂടിയതായിട്ടുള്ള അനുഗ്രഹങ്ങളാണ് ഇവിടെ സ്വസ്ത്യയനം വാചയിത്വ. ബ്രാഹ്മണരെ കൊണ്ട് ഈ കുട്ടിക്ക് ആശീർവചനങ്ങളെ, നല്ല മംഗള കാര്യങ്ങളെയൊക്കെ ചൊല്ലിപ്പിച്ചിട്ട് ആത്മജസ്യ ജാതകർമ്മ കാരയാമാസ വിധിവത്. ആത്മജസ്യ പുത്രസ്യ, തനിക്കുണ്ടായ പുത്രന്റെ ജാതകർമ്മ. അപ്പൊ ജാതകർമ്മം പിതാവ് ചെയ്യേണ്ട കർമ്മമാണ്. എന്നാൽ ഇവിടെ കാരയാമാസ എന്നാ പറയുന്നത്, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഇപ്പോ എന്താ പറയുക, നന്ദഗോപർ സ്വന്തം പുത്രനല്ല, അപ്പോ ഈശ്വര നിശ്ചയമായിരിക്കാം അത്. അങ്ങനെ അദ്ദേഹത്തിന് ഒരു പരിഭ്രമം കൊണ്ട് വന്ന ബ്രാഹ്മണരെ കൊണ്ട് തന്നെ ഈ കുട്ടിയുടെ ജാതകർമാദികളും ചെയ്യിച്ചു എന്നാ പറയുന്നത്. ജാതകർമ്മം എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ കൈകളിലെടുത്ത് ആ കുട്ടിയുടെ ചെവിയില് പ്രണവമന്ത്രം ഓതിക്കൊടുക്കുക. ഇതൊക്കെയാണ് അതിൽ മുഖ്യമായിട്ടുള്ളത്. നീ ഈശ്വരൻ തന്നെയാണ് എന്നുള്ള ആ ഒരു ഓർമ്മ കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാക്കുകയാണ്. ഈ ഗർഭവാസം കൊണ്ടും പ്രസവ വിഷമം കൊണ്ടുമൊക്കെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ, അല്ലെ, ഗർഭത്തിൽ കിടക്കുമ്പോൾ 7ാമത്തെ മാസത്തില് സ്മൃതി ഉണ്ടാവുന്ന നമ്മള് കപിലോപദേശത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. 7ാം മാസത്തില് പൂർവ്വജന്മ സ്മൃതിയൊക്കെ ഉണ്ടാവും. എന്നിട്ട് ആ ജന്തു സ്തുതിക്കും, ജീവൻ സ്തുതിക്കും, ഈശ്വരനെ സ്തുതിക്കും. ഞാൻ ഇനിയും ജനിച്ച് പുറത്തു വന്നു കഴിഞ്ഞാൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് ആത്മജ്ഞാനം നേടി ഈശ്വരപ്രാപ്തി നേടിക്കോളാം, ഈശ്വരനിലേക്ക് തിരിച്ചു വന്നുകൊള്ളാം എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ പറയും. അപ്പൊ അതൊക്കെ ഈ പ്രസവ വേദനാ സമയത്ത്, അതുപോലെ പ്രകൃതിയിലേക്ക്, ഭൂമിയിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ അന്തരീക്ഷ വായുവും അതിന്റെ സ്പർശവും ഒക്കെ കൊണ്ട് മറന്നുപോകും.
ഒരു എന്താ പറയുക ഒരു ട്രോമയിലേക്കാണ് വരുന്നത്. ചില ആക്സിഡന്റ് ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പഴയതൊക്കെ മറന്നുപോയില്ലേ, അതുപോലെയുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ആഘാതം ഉണ്ടാക്കുന്ന ഒരു ആക്സിഡന്റ് ആണ് ഈ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അവസ്ഥ. അപ്പൊ അതിൽ പഴയതെല്ലാം മറന്നു ബോധമില്ലാതെയാവും. അപ്പൊ ആ കുട്ടിയെ വീണ്ടും ആ പൂർവ്വ സ്മരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നല്ല കാര്യങ്ങളൊക്കെ ചെവിയിൽ ഓതുന്നത്. കുട്ടിക്ക് മനസ്സിലാവില്ല എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട. ആർക്കറിയാം ഏത് പാകത്തിലുള്ള കുട്ടിയാണെന്ന്. നമ്മളായിട്ട് അതിനെ മൂഢരാക്കാതിരുന്നാൽ മതി. നമ്മൾ നല്ലത് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ കുട്ടികൾ ചെറുപ്രായത്തിൽ തന്നെ വലിയ എന്താ പറയുക കഴിവുകളൊക്കെ പ്രകടിപ്പിക്കുന്നത് കാണാം. നമ്മൾ അതിന്റെ നിസ്സഹായത കണ്ട് അയ്യോ പാപം അതൊന്നിനും കൊള്ളില്ല, അതിനെ ഉപദ്രവിക്കേണ്ട എന്ന് വിചാരിച്ച് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊന്നും ഉപദേശിക്കാതിരുന്നാൽ അതങ്ങനെ തന്നെ ആയിപ്പോകും. ജഡം പോലെ ആയിപ്പോകും, മന്ദബുദ്ധി ആയിപ്പോകും. അപ്പോൾ അതൊന്നും നോക്കാതെ എങ്ങനെയാണോ ഗർഭാവസ്ഥയിൽ തന്നെ പ്രഹ്ലാദന് വേണ്ടതൊക്കെ കിട്ടിയത്, അത് കഴിഞ്ഞ് പുറത്തു വന്നപ്പോഴും ഇത് നഷ്ടപ്പെടാതിരുന്നത്, അതുപോലെ നമ്മൾ ഗർഭാവസ്ഥയിൽ തന്നെ ആവുന്നത് കൊടുക്കണം. ജനിച്ചു വന്നു കഴിഞ്ഞാലും അതേ അവസ്ഥയിലും കുട്ടികൾക്ക് വേണ്ടതൊക്കെ ഓർമ്മപ്പെടുത്തി കൊടുക്കണം. അല്ലാതെ ജനിച്ച ഉടനെ മൊബൈൽ ഫോൺ എടുത്ത് കയ്യിൽ കൊടുക്കുകയല്ല വേണ്ടത്. ഇന്നിപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. കുട്ടികളെ എന്റർടൈൻ ചെയ്യാനായിട്ട് നമുക്ക് സമയമില്ലാത്തത് കൊണ്ട്, കുട്ടികൾക്ക് നല്ലതൊന്നും ചെയ്തു കൊടുക്കാനോ പറഞ്ഞു കൊടുക്കാനോ ലാളിക്കാനോ സമയമില്ലാത്തതുകൊണ്ട് എന്നാ വിളിച്ചോ ഞാൻ രക്ഷപ്പെടട്ടെ, എനിക്ക് തൽക്കാലം എന്റെ ഇഷ്ടത്തിന് സീരിയൽ കാണാനും അല്ലെങ്കിൽ പരദൂഷണം പറയാനും എന്റെ തോന്നിയ വാസത്തിനും എനിക്ക് സമയം വേണം, നിന്നെ നോക്കാനൊന്നും എനിക്ക് സമയമില്ല, നീ ഇത് വിളിച്ചോ, നീ നശിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളെ ഈ വേണ്ടാത്ത സാധനങ്ങൾ കൊടുത്ത് അവരെ നശിപ്പിക്കുന്ന ഒരു അച്ഛനമ്മമാരെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ കുട്ടികൾക്ക് ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നത് എത്രത്തോളം വൈകാമോ അത്രയും നല്ലതാണ്. എത്രത്തോളം വൈകിക്കാമോ അത്രയും നല്ലതാണ്. അവരുടെ ബാല്യം മുഴുവൻ രക്ഷപ്പെട്ടു കിട്ടും. 10 വയസ്സോ 15 വയസ്സോ ഒക്കെ ആവുമ്പോഴേ ഇതൊക്കെ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യം വരുമ്പോഴേ കാണിച്ചു കൊടുക്കേണ്ടതുള്ളൂ. അല്ലാതെ ചെറു ബാല്യത്തിൽ തന്നെ ശൈശവത്തിൽ തന്നെ ഇതൊന്നും കാണിച്ചേ കൊടുക്കരുത്. അവരുടെ മുമ്പിൽ വെച്ച് അച്ഛനമ്മമാർ ഇതൊന്നും കൈകാര്യം ചെയ്യരുത്. നമ്മൾ ഓർത്ത് നോക്കുക, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെ മുത്തശ്ശിമാർ എത്ര കരുതലോടെയാ നമ്മളെ രക്ഷിച്ചത്. അടുത്ത വീടുകളിലൊക്കെ റേഡിയോ TV ഒക്കെ വാങ്ങിച്ചു കഴിയുമ്പോഴും നമ്മൾ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചാലും നമുക്ക് വാങ്ങിച്ചു തരില്ലായിരുന്നു. നമ്മൾ പിന്നെ സ്വന്തമായിട്ട് സമ്പാദിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതൊക്കെ വാങ്ങിക്കാൻ തുടങ്ങിയത്. അല്ലാതെ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവരൊന്നും വാങ്ങിച്ചു തന്നില്ല. അന്ന് കാലത്തൊക്കെ അല്ലേ, നമ്മുടെയൊക്കെ ബാല്യത്തിലൊക്കെ നമ്മൾ TV കാണണമെങ്കിൽ രാമായണവും മഹാഭാരതവും കാണാൻ വേണ്ടി അടുത്ത വീടുകളിലേക്കാണ് പോയിരുന്നത്. ഓർത്തു നോക്കുക. അപ്പൊ നമ്മൾ എത്ര സുരക്ഷിതരായിരുന്നു, വേണ്ടാത്തതിലേക്കൊന്നും നമ്മൾ എക്സ്പോസ്ഡ് ആയില്ല. റേഡിയോയിൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കുന്നത് പോലും വിലക്കിയിരുന്നു. അതുപോലും പ്രാകൃതന്മാർക്കുള്ളതാണ് എന്ന് പറഞ്ഞ് അതുപോലും സമ്മതിക്കില്ലായിരുന്നു. നമ്മുടെ കസിൻസൊക്കെ പുറത്തുനിന്നൊക്കെ വരുമ്പോൾ അവര് ടേപ്പ് റെക്കോർഡും ഇതൊക്കെ കൊണ്ടുവരുമ്പോഴും അതൊന്നും വീട്ടിൽ പ്രയോഗിക്കാൻ സമ്മതിക്കില്ല. അതൊക്കെ അവിടെ അടച്ചു വെച്ചോളൂ. പിന്നെ ഇവരുടെയൊക്കെ മുത്തശ്ശിമാരുടെയൊക്കെ മരണശേഷമാണ് നമ്മളിതൊക്കെ എക്സ്പോസ്ഡ് ആവുന്നത്. നമ്മൾ ഭാഗ്യവാന്മാരാണ്. നമുക്ക് അതുകൊണ്ട് കുറച്ച് എന്താ പറയുക, നല്ല കാര്യങ്ങളൊക്കെ അറിയാനും കേൾക്കാനും മനസ്സിനൊരു സ്റ്റെബിലിറ്റിയും ഒക്കെ കിട്ടി. മനസ്സിന്റെ ചാഞ്ചല്യം ഇതുപോലെ ചപലമായിട്ടുള്ള പിള്ളേരായി തീർന്നില്ല. നമ്മൾ വല്ലാത്ത ചാപല്യം ഇല്ലാത്ത ഒരു ഡിസിപ്ലിൻ ഉള്ളതായിട്ടുള്ള കുട്ടികളായി മാറി. ഇന്നത്തെ കുട്ടികൾക്ക് ഹൈപ്പർ ആക്റ്റീവാണ്. ഈ ഹൈപ്പർ ആക്റ്റീവ് ആകുന്നത് ഒന്നാമത് അവർ ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ അച്ഛനമ്മമാരുടെ ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. അത് കഴിഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ കൊടുക്കുന്ന ഈ ഗാഡ്ജറ്റുകൾ അത് അവരെ ഹൈപ്പർ ആക്റ്റീവ് ആക്കും. ഈ മെഷീനുകൾ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ഒപ്പം മനസ്സും പ്രവർത്തിക്കും. ഇതിലുള്ള പല ഗെയിമുകളും കുട്ടികളുടെ മൈൻഡിന്റെ സ്പീഡ് കൂട്ടും. അതിന്റെ ശാന്തി പോകും. അതോടുകൂടിയിട്ട് അജിറ്റേറ്റഡ് ആയിരിക്കും എപ്പോഴും. അപ്പൊ സ്പീഡുള്ള കാര്യങ്ങളോട് മാത്രമേ അവർക്ക് സഹകരിക്കാൻ പറ്റുള്ളൂ.
സാവധാനത്തിലുള്ള ഒരു കാര്യത്തിനോട് അവർക്ക് ഒത്തുപോകാൻ പറ്റില്ല. അവരുടെ സ്പീഡ് കൂടിക്കഴിഞ്ഞു. ചെറുപ്രായത്തില് അവരുടെ മൈൻഡ് വളരെ ആക്റ്റീവാണ്. അപ്പൊ മുത്തശ്ശി ഇരുന്ന് കഥ പറഞ്ഞു തരാന്ന് പറഞ്ഞാൽ ഉടനെ ബോറടിക്കണമെന്ന് പറയും. മുത്തശ്ശിയുടെ കഥയൊന്നും കേൾക്കണ്ട, അത് ബോറടിക്കണു. കാരണം അതിനേക്കാൾ വലിയ സ്പീഡിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് അവരുടെ മൈൻഡ് അതിനോട് സെറ്റായി, ട്യൂൺഡായി. ആക്റ്റീവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വേണം അവർക്ക്. അഡ്വഞ്ചറസ് ആയിട്ടുള്ള, ഡൈനമിക് ആയിട്ടുള്ള കാര്യങ്ങളോടെ അവർക്ക് താല്പര്യമുള്ളൂ. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അവര് എന്താ പറയുക, എല്ലാ ജീവിതത്തിലുള്ള അനുഭവിക്കാനുള്ളതൊക്കെ ഒരു 15 വയസ്സാകുമ്പോഴേക്കൊക്കെ അനുഭവിച്ച് തീർത്ത് കഴിയും. ഇനി അവരെന്തിന് ജീവിക്കണോ എന്നുള്ളൊരു നിരാശയിലേക്കാണ് ഒരു ടീനേജേഴ്സ് എത്തിച്ചേരുന്നത്. അങ്ങനെയാണ് അവർ ഈ കണ്ണിക്കണ്ട ഡ്രഗ്സിന്റെയും മറ്റുമൊക്കെ പുറകെ പോകുന്നത്. ഡ്രഗ്സും ഡ്രിങ്ക്സും വേണ്ടാത്ത കൂട്ടുകെട്ടുകളും. ജീവിതം എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിക്കാനുള്ളതാണെന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തം ജീവിതത്തെ തന്നെ പൊളിച്ചു കളയുന്ന പ്രവൃത്തികളിലേക്ക് മാറുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെ എങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ നല്ല രീതിയിൽ ശാന്തഭാവത്തിൽ അവരെ വളർത്തി അവരുടെ ഉള്ളിൽ ദൈവീകമായിട്ടുള്ള വിത്തുകളാണ് നമ്മൾ വിതയ്ക്കേണ്ടത്. ഈശ്വരീയമായിട്ടുള്ള ചിന്തയാണ് അവരുടെ ഉള്ളിൽ വളർത്തേണ്ടത്. കൗമാരേ ആചരേത് പ്രാജ്ഞോ ധർമാൻ ഭാഗവതാൻ ഇഹ. അപ്പൊ അതിന്റെ ഒരു തുടക്കമാണ് ഈ ജാതകർമ്മം എന്നുള്ള കർമ്മം. ഇനീഷ്യേഷനാണ്. തത്വമസി എന്ന് ഉപദേശിക്കുന്നതിന് പകരം ഓംകാരത്തെ, പ്രണവത്തെ ചെവിയിൽ ഓതിക്കൊടുക്കുന്നു. യു ആർ ദാറ്റ്, നീ സ്വയം ഈശ്വരനാകുന്നു എന്നുള്ള ബോധം കൊടുത്ത് വളർത്തുകയാണ് വേണ്ടത്. അതിനാണ് ഈശ്വരന്റെ നാമങ്ങൾ കുട്ടികൾക്കിട്ട് ആ പേരുകൾ വിളിക്കുന്നതും. നീ അച്യുതനാണ്, നീ അനന്തനാണ്, നീ ഗോവിന്ദനാണ്, നീ വാസുദേവനാണ്, നീ കൃഷ്ണനാണ് എന്നാണ് കുട്ടികളെ വിളിച്ച് ബോധ്യപ്പെടുത്തേണ്ടത്. അതിന് പകരം അർത്ഥമില്ലാത്ത എന്തൊക്കെയോ കുറെ ശബ്ദങ്ങൾ അല്ലെ, മാക്രീന്നും പോക്രീന്നും ഒക്കെ ഇട്ടിട്ട് അർത്ഥമില്ലാതെ കുട്ടികളെ എന്തൊക്കെയോ വിളിക്കുന്നു. എന്താ കുട്ടിയുടെ പേരിന്റെ അർത്ഥം എന്ന് കുട്ടികളോട് ചോദിച്ചാൽ അറിയില്ല. അച്ഛനും അമ്മയ്ക്ക് അറിയോ? അതുമില്ല. എല്ലാവരിൽ നിന്നും വ്യത്യസ്തരാവണം. അപ്പൊ അതിനെന്തെങ്കിലും ഒരു പുതിയ പേര് കണ്ടുപിടിക്കണം. അതാണ് ഇന്നത്തെ ട്രെൻഡ്. അതിന് എന്താ പറയുക, ഗൂഗിളും അതുപോലെയുള്ളതിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഈ രാജ്യത്തൊന്നും ഇല്ലാത്ത, ഈ ഭാഷയിലൊന്നും ഇല്ലാത്ത ഇവിടുന്നൊക്കെയോ എന്തൊക്കെയോ ശബ്ദങ്ങളൊക്കെ കൊണ്ടുവന്ന് കുട്ടികൾക്കിടും. അപ്പൊ പറഞ്ഞു വരുന്നത് ആ ജാതകർമ്മം എന്നുള്ളത് എത്ര ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മമാണ്. അത് ഗുരുസ്ഥാനത്ത് അച്ഛനാണ് അവിടെ ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ഗുരുക്കന്മാരായിട്ട് ബ്രാഹ്മണരൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് വിധിവത് കാരയാമാസ, വിധിപ്രകാരം തന്നെ എല്ലാവരെയും അത് വേണ്ടതുപോലെയൊക്കെ ചെയ്യിച്ചു. ആ നന്ദഗോപരുടെ നേതൃത്വത്തില് ഉണ്ണിക്ക് വേണ്ടതായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു. പിതൃദേവാർച്ചനം തഥാ അപ്രകാരം തന്നെ ആ സമയത്ത് ചെയ്യേണ്ടതാണ്. പിതൃക്കൾക്കുള്ളതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക, ദേവന്മാർക്കുള്ളതായിട്ടുള്ള അർച്ചനകൾ ഒക്കെ ചെയ്യുക. അതൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. കാരണം അവർ പ്രസാദിച്ചിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ചെയ്യുന്നതിന് ഒരു പുലയും വാലായ്മയും ഒന്നും ബാധിച്ചിട്ടില്ല, ഒരു ആശൗചവും ഇല്ല. ഈ മുഹൂർത്തം വളരെ പവിത്രമായിട്ടുള്ള മുഹൂർത്തമാണ്. ഈ സമയത്ത് ചെയ്യുന്നതിന് ഒരു ആശൗചവും ഇല്ല. പിന്നീട് നമ്മൾ കുട്ടി ജനിച്ച വീടുകളിൽ ആശൗചം വിധിച്ചിരിക്കുന്നത് നമ്മുടെ എന്താ പറയുക, കൊറോണ കാലത്ത് നമ്മൾ എന്താണ് എല്ലാം സാനിറ്റൈസ് ചെയ്യുന്നതും അല്ലെങ്കിൽ എല്ലാവരും ഡിസ്റ്റന്റ് ചെയ്യുന്നതുമായിട്ടുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തില്ലേ, അതിന് സമാനമാണ്. ഈ കുട്ടിക്ക് രോഗാദികളൊന്നും പടരാതിരിക്കാൻ വീട്ടിലുള്ളവർ പുറത്തേക്ക് പോകുന്നില്ല, പുറത്തുള്ളവർ വീട്ടിലേക്ക് വരുന്നില്ല, അതുപോലെയുള്ള മറ്റു കാര്യങ്ങളിൽ കമ്മിറ്റഡ് ആവുന്നില്ല. ഇതിലാണ് ഇപ്പോൾ കമ്മിറ്റ്മെന്റ്. ഈ കുട്ടിയെ സുരക്ഷിതമാക്കി ഒരു 10-15 ദിവസം കടത്തി വിട്ടു കഴിഞ്ഞാൽ ആ കുട്ടി ഈ ഇതുമായിട്ട്, അന്തരീക്ഷവുമായിട്ട് ഒന്ന് പഴകി ആ കുട്ടിക്കൊരു സെൽഫ് ഡിഫൻസ്, ഒരു ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ആകും. അത് കഴിയുമ്പോൾ പിന്നെ അതിനെ മറ്റുള്ളവരുമായിട്ട് ഇടപഴകിപ്പിക്കാം. പതുക്കെ 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 ബന്ധുക്കളൊക്കെ ആയിട്ട് ഇടപഴകുന്നു. പിന്നെ 3 മാസം കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ 3ാമത്തെ പൗർണമിക്കാണ് കുട്ടിയെ നിഷ്ക്രമണം എന്ന് പറഞ്ഞ് പുറത്തേക്ക് കൊണ്ടുപോകുന്ന പ്രവൃത്തി. ആകാശം കാണിച്ചു കൊടുക്കുന്നത്, ഭൂമി എന്താ പറയുക, പുറത്തേക്കുള്ള ഗൃഹത്തിന്റെ പുറത്തുള്ളതായിട്ടുള്ള
കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. അതുവരയ്ക്ക് കുട്ടി ഗൃഹ അന്തർഭാഗത്ത് തന്നെ കഴിയുന്നതായിരുന്നു. ഇന്നിപ്പോൾ പിന്നെ സൗകര്യമില്ല, ആശുപത്രിയിലാണ് പ്രസവം. വരുന്ന വഴി നാട് മുഴുവൻ കണ്ടിട്ടാണ് വരുന്നത്, എല്ലാവരും കൈകാര്യം ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ എന്തായാലും പിതൃദേവാർച്ചനം അത് ആ സമയത്ത് ചെയ്യാവുന്നതാണ്. പിതൃക്കൾക്കുള്ളതായിട്ടുള്ള തർപ്പണാദികളും ദേവന്മാർക്കുള്ളതായിട്ടുള്ള പൂജകളും ഒക്കെ ചെയ്യാവുന്നതാണ്, ഹോമങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അതിനൊക്കെ പ്രത്യേക വിധികളുണ്ട്, അതിന്റെ പണ്ഡിതന്മാർ അത് പറഞ്ഞു തരും. അപ്പോൾ ഇതെല്ലാം ചെയ്യാവുന്നതാണ്. ശാസ്ത്രത്തിൽ പറഞ്ഞതെല്ലാം അതുപ്രകാരം ചെയ്തു. വാചയിത്വാ സ്വസ്ത്യയനം ജാതകർമാത്മജസ്യ വൈ കാരയാമാസ വിധിവത് പിതൃദേവാർച്ചനം തഥാ ധേനൂനാം നിയുതേ പ്രാദാദ് വിപ്രേഭ്യഃ സമലംകൃതേ തിലാദ്രീൻ സപ്തരത്നൗകശാതകൗംബാംബരാവൃതാൻ. ധേനൂനാം നിയുതേ പ്രാദാദ് വിപ്രേഭ്യഃ സമലംകൃതേ തിലാദ്രീൻ സപ്തരത്നൗകശാതകൗംബാംബരാവൃതാൻ. അപ്പോ ഇങ്ങനെയുള്ള കുട്ടികൾ ജനിച്ച വീട്ടില് നമ്മുടെ എന്താ പറയുക, ഈ ഭാഗവതം വായിക്കാൻ പാടൂ, രാമായണം വായിക്കാൻ പാടൂ, സഹസ്രനാമങ്ങൾ വായിക്കാൻ പാടൂ എന്നൊന്നും സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. കുട്ടികൾ കേൾക്കട്ടെ. കുട്ടികളുടെ അടുത്തിരുന്ന് എന്താ പറയുക, നമ്മുടെ വായിലുള്ള ബാക്ടീരിയ ഒന്നും കുട്ടികളുടെ മേലെ നോക്കാതെ ആവാതെ വളരെ ദൂരെ ഇരുന്നുകൊണ്ട് നല്ല ശബ്ദത്തിൽ കുട്ടികൾക്ക് കേൾപ്പിച്ചുകൊണ്ട് കുട്ടികളുടെ ഉള്ളിൽ ആ ഒരു തരംഗമായിട്ട് ആ ഒരു ഫ്രീക്വൻസിയുമായിട്ട് ഒരു അടുപ്പം ഉണ്ടാക്കാം. ചെറുപ്രായത്തിൽ തന്നെ കേൾക്കുന്ന ശബ്ദങ്ങൾ എന്താണോ ആ ശബ്ദങ്ങളുമായിട്ട് വലുതാവുമ്പോഴും ഒരു താതാത്മ്യം ഉണ്ടാവും. അമ്മയുടെ ഗർഭത്തിൽ കിടന്ന് കേട്ട പലതും ഉണർന്നു വരുമ്പോൾ എവിടെയോ കേട്ട പോലെയുണ്ട് എന്ന് കുട്ടികൾക്ക് ഓർമ്മ വരും. അതുപോലെ തന്നെയാണ് ഈ പ്രായത്തിലും ബാല്യത്തിലും ഈ ജനിച്ച ഉടനെ തന്നെ ചുറ്റുപാടും കേൾക്കുന്ന ശബ്ദങ്ങള് കുട്ടികളെ സ്വാധീനിക്കും. അതുമായിട്ടൊരു അടുപ്പം വന്നു ചേരും, അതിനെ ഭയമില്ലാതാവും, അതുമായിട്ടൊരു സ്നേഹം വന്നു ചേരും. അപ്പൊ സഹസ്രനാമങ്ങൾ ചൊല്ലുന്നതൊക്കെ നല്ലതാണ്. ഭാഗവതം വായിക്കുന്നത്, രാമായണം വായിക്കുന്നത്, പ്രത്യേകിച്ച് ഈ കൃഷ്ണാവതാരവും കൃഷ്ണലീലകളും ഒക്കെ വായിക്കുന്നതൊക്കെ വളരെ ഉത്തമമാണ്. അതിലൊന്നും ശങ്കയെ വേണ്ട. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് ജപിക്കുക, ആരെയും ബോധ്യപ്പെടുത്താനില്ല. കുട്ടിയെ മാത്രം കേൾപ്പിക്കുക, ദൂരെ ഇരുന്നുകൊണ്ട് കുട്ടിക്ക് കേൾപ്പിക്കുക. കുട്ടിയിലേക്ക് യാതൊരു തരത്തിലുള്ള രോഗാണുക്കളും ബാധിക്കാത്ത രീതിയിലുള്ള ഡിസ്റ്റൻസ് പാലിക്കുക. നമ്മൾ ദൂരെ ഇരുന്നുകൊണ്ട് നല്ല ശബ്ദത്തിൽ ചൊല്ലിയാൽ കുട്ടികൾ കേൾക്കും. കേട്ടുകഴിഞ്ഞാൽ അത് ആ തരംഗമായിട്ട് കുട്ടികളുടെ ഉള്ളിൽ കിടക്കും. അത് പിന്നീട് വേണ്ട പോലെ അതിന്റെ പ്രതിപ്രവർത്തനം വേണ്ട സമയത്ത് ഉണ്ടായിക്കോളും. അതുകൊണ്ട് അതിലൊന്നും ശങ്കയെ വേണ്ട, മടിക്കുകയെ വേണ്ട, ആരോടും ചോദിക്കാനില്ല. ഇത് സനാതന ധർമ്മം. ധേനൂനാം നിയുതേ പ്രാദാദ് വിപ്രേഭ്യഃ സമലംകൃതേ തിലാദ്രീം സപ്തരത്നൗകശാതകൗംബാംബരാവൃതാൻ. പിന്നീട് അദ്ദേഹം ദാനങ്ങൾ ചെയ്യണം. ഈ കുട്ടിക്ക് ആയുസ്സുണ്ടാവാൻ, ഐശ്വര്യം ഉണ്ടാവാൻ, ക്ഷേമം ഉണ്ടാവാൻ എല്ലായിട്ട് എല്ലാവരുടെയും സജ്ജനങ്ങളുടെ മുഴുവൻ അനുഗ്രഹം ലഭിക്കണം. അവരെല്ലാം പ്രസന്നരാവണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് കുട്ടിയുടെ പേരിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. അല്ലെ, ഈ കുട്ടിക്ക് അപ്പൊ എവിടെ പോയാലും പട്ടിണി കിടക്കേണ്ടി വരില്ല. നമ്മൾ കുട്ടികളുടെ പേരിൽ ഇങ്ങനെ ദാനധർമ്മങ്ങൾ ചെയ്താൽ അവർക്ക് എവിടെ പോയാലും എന്താ പറയുക, നമ്മുടെ പാലക്കാടൻ ഭാഷയിൽ മൂക്ക് വേർക്കില്ല, കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞ പോലെ കൊടുത്തു വെച്ചവരാവും അവര്. എവിടെ പോയാലും അവർക്ക് വിഷമം ഉണ്ടാവില്ല. അപ്പൊ ധേനൂനാ നിയുതേ, ധേനുക്കൾ പശുക്കൾ, നിയുതം എന്ന് പറഞ്ഞാൽ 2 ലക്ഷം. അപ്പോ വലിയ പശുക്കളുടെ ഉടമസ്ഥനാണ് നന്ദഗോപര്. ഇഷ്ടം പോലെ ലക്ഷക്കണക്കിന് പശുക്കളുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം 2 ലക്ഷം പശുക്കളെയാണ് കൊടുത്തത്. അത് സമലംകൃതേ എന്ന് പറഞ്ഞു. സമലംകൃതേ സമ്യക് അലങ്കൃതേ, നല്ലതുപോലെ എങ്ങനെയാണോ പശുക്കളെ ദാനം ചെയ്യുമ്പോൾ അലങ്കരിക്കേണ്ടത് അത് പ്രകാരം കൊമ്പുകൾ സ്വർണം കൊണ്ട് കെട്ടി,
കുളമ്പുകൾ വെള്ളി കൊണ്ട് കെട്ടി കഴുത്തില് സ്വർണമാലകളൊക്കെ ചാർത്തി പട്ടു വസ്ത്രങ്ങളൊക്കെ അതിനെ അണിയിപ്പിച്ചു കൊടുത്ത് നല്ല കുളിപ്പിച്ച് നല്ല കുറികളെല്ലാം ധരിപ്പിച്ച് മാലകളൊക്കെ ധരിപ്പിച്ച് അങ്ങനെ ചന്തമായിട്ട് കുട്ടിയോടുകൂടി കുട്ടിയെയും അതുപോലെ അതും കടിഞ്ഞൂൽ പ്രസവിച്ചതിനെ കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ എത്രത്തോളം കടിഞ്ഞൂൽ പ്രസവിച്ച പശുക്കളുണ്ടോ അതിനെ കൊടുക്കുക. അതാണ് സമലംകൃതേ ധേനൂനാം നിയുതേ വിപ്രേഭ്യ പ്രാദാത്, ബ്രാഹ്മണർക്കായിക്കൊണ്ട് പ്രദാനം ചെയ്തു. അവർക്ക് അവരുടെ ഉപജീവനത്തിനായിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ യജ്ഞകാര്യങ്ങൾക്ക് ഹവിസ് ആവശ്യങ്ങൾക്കൊക്കെ ഈ പശുക്കൾ ആവശ്യമാണ്. അങ്ങനെയുള്ള ബ്രാഹ്മണർക്കായിക്കൊണ്ട് പശുക്കളെ ദാനം ചെയ്തു. അതോടൊപ്പം തന്നെ എങ്ങനെ തിലാദ്രീൻ സപ്ത തിലാദ്രി, 7 എള്ളിന്റെ മല, എള്ളിന്റെ കുന്നുകള്. അപ്പൊ കുന്നോളം കൂട്ടിയ എള്ള്, ആ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് എള്ള് വിളഞ്ഞിരിക്കുന്നത് കാണാം. നമ്മളിവിടെ നെല്ല് വിളയുന്നത് പോലെയാണ് ഈ മധുര ഭാഗത്തൊക്കെ UP-യിലൊക്കെ എള്ളിന്റെ തോട്ടങ്ങൾ കാണാം. നല്ല മഞ്ഞ നിറത്തിലുള്ള പൂക്കളോടുകൂടി വയലുകൾ നിറഞ്ഞിരിക്കുന്നത് കാണാം. അപ്പൊ ഇവിടെ സുലഭമായിരിക്കുന്ന നെല്ല് പോലെ തന്നെയാണ് അവിടെ എള്ള് മല പോലെ കൊടുക്കാൻ ഒരു പ്രയാസമില്ല. അതും പണ്ടത്തെ കാലത്ത്, ഇന്നത്തെ കാലവും കൂടിയല്ല. അപ്പൊ അതാണ് സപ്തതിലാദ്രീൻ. നമ്മൾ ഇന്നത്തെ എള്ളിന്റെ വില ആലോചിച്ചിട്ട് അതൊക്കെ വിശ്വസിക്കാതിരിക്കാൻ ചിലപ്പോ, അയ്യോ അങ്ങനെയൊക്കെ നടക്കുമോ, 7 മല പോലെ എള്ളോ, ഇപ്പൊ എന്താ എള്ളിനൊക്കെ വില, അല്ലെങ്കിൽ നല്ലെണ്ണയ്ക്ക് അല്ലേ നല്ല വില. അതുകൊണ്ട് ഒറിജിനൽ എള്ളൊന്നും ആയിരിക്കില്ല കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഒന്നും ശങ്കിക്കേണ്ട കാര്യമില്ല. ആ ദേശം എള്ളിന്റെ ദേശമാണ്. നമ്മളിപ്പോൾ ഈ നാട്ടിൽ കൊടുക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് കൊടുക്കുക. ഇവിടെ എന്താ സുലഭമായിട്ട് ലഭിക്കുന്നത്, നമ്മുടെ കൃഷി എന്താണ് അത് കൊടുക്കുക. അതാണ് അതിന്റെ രീതി. ഇപ്പൊ പിന്നെ ഈ എള്ള് കൊടുക്കുന്നത് എന്തിനാ വെച്ചാൽ പിതൃപ്രീതിക്ക് വേണ്ടിയിട്ടാണ്. പിതൃപ്രീതി എത്രത്തോളം ഉണ്ടോ സന്തതികൾക്ക് അത്രയും സൗഖ്യം. നമ്മുടെ പിതാക്കൾ, നമ്മുടെ പിതൃക്കൾ എത്രത്തോളം നമ്മളെ അനുഗ്രഹിക്കുന്നുവോ അത്രത്തോളം നമുക്ക് സന്തതി സൗഭാഗ്യം ഉണ്ടാവും. സന്തതികൾ അഭിവൃദ്ധി പ്രാപിക്കുന്നത് എണ്ണം കൂടുന്നതും വണ്ണം കൂടുന്നതും ക്വാളിറ്റി കൂടുന്നതും എല്ലാം നമുക്ക് പ്രയോജനം ഉണ്ടാവുന്നതൊക്കെ നമ്മുടെ പൂർവീകരുടെ അനുഗ്രഹം ഉള്ളപ്പോഴാണ്. പൂർവീകരെ നമ്മൾ മാനിക്കാതിരുന്നാൽ, അവർക്ക് ചെയ്യേണ്ട ശ്രാദ്ധാദികൾ തർപ്പണാദികളൊക്കെ ചെയ്യാതിരുന്നാൽ നമ്മുടെ കുട്ടികൾ നമുക്ക് പ്രയോജനം ഉണ്ടാവില്ല. അവർ അമേരിക്കയിൽ പോയി കിടക്കും. നമുക്ക് ചാവാൻ നേരത്ത് വെള്ളം തരാനൊന്നും ആരും ഉണ്ടാവില്ല. ആശുപത്രി കിടക്കാനും അടുത്ത വീട്ടുകാരൊക്കെ ഉണ്ടാവുള്ളൂ. ആരെങ്കിലും എവിടുന്നെങ്കിലും കിട്ടുമോ, എന്താ പറയുക, ഹോം നഴ്സുകളെ പോലും ഇപ്പൊ കിട്ടാനില്ല. അത്രയും ഡിമാൻഡാണ്. അത്രയും എമൗണ്ട് കൊടുത്താലും ക്വാളിറ്റിയുള്ള ഹോം നഴ്സുകളെ ഇപ്പോൾ കിട്ടാനില്ല. നന്നായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരു ഹോം നഴ്സും ഇല്ല. ഇപ്പോൾ ഒക്കെ അവരുടെ ശമ്പളത്തിന് വേണ്ടി വരുന്നു. പേര് ഹോം നഴ്സ് എന്നേ ഉള്ളൂ. ഒരു പണി അറിയില്ല. അവർക്കും ഡിമാൻഡുകളും അവർക്കും പല പണികളും ചെയ്യാൻ അറപ്പും ഒക്കെ പ്രകടിപ്പിക്കും. ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്യുള്ളൂ കേട്ടോ, ഇന്നതൊന്നും ചെയ്യില്ല. രോഗികളുടെ വസ്ത്രം അലക്കാൻ വേറെ ആൾക്കാർ, അല്ലെങ്കിൽ അവരുടെ മലമൂത്രാദികൾ കഴുകിക്കൊടുക്കാൻ വേറെ ആൾക്കാർ, ഞങ്ങൾ മറ്റു മരുന്നൊക്കെ കൊടുത്ത് ഇങ്ങനെ കൂടെ നിൽക്കും. അത്രയേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ പറയുന്ന ഹോം നേഴ്സൊക്കെ ഉണ്ട്. അപ്പോ സന്തതികളെ കൊണ്ട് പ്രയോജനം ഉണ്ടാവണമെങ്കിൽ പൂർവികരുടെ അനുഗ്രഹം വേണം, പിതൃക്കളുടെ അനുഗ്രഹം വേണം. ഇത് ഓർമ്മിക്കുക, എപ്പോഴും ഓർമ്മിക്കുക. അതുകൊണ്ട് നമുക്ക് ആരോഗ്യമുള്ള കാലത്തോളം നമ്മൾ പിതൃകർമ്മങ്ങൾ ചെയ്യാൻ മടിക്കരുത് എന്നാണ് ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് സ്വയം തന്നെ ബലിതർപ്പണാദികൾ ചെയ്യാൻ ആരോഗ്യം ഇല്ലാതാവുന്നത് വരയ്ക്കും. അല്ലെങ്കിലോ സന്യസിക്കുമ്പോൾ ആത്മപിണ്ഡം വെച്ചു കഴിഞ്ഞാൽ പിന്നെ പിതൃക്കൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അത് സന്യാസികൾക്ക് പിന്നെ ഒരു കർമ്മവുമില്ല. അപ്പൊ സന്യാസികൾ എന്ത് ചെയ്യുന്നു, ആത്മപിണ്ഡം അടക്കം വെക്കണം. ആ സന്യാസിമാര് പറയുന്നു, എനിക്കിന്നി പുത്രന്മാരുടെ ആവശ്യമില്ല. ന കർമ്മണ ന പ്രജയാ ധനേന ത്യാഗേനൈകേ അമൃതത്വമാനശുഹു എന്ന് ഉറപ്പിച്ചവരാണ്. അതുകൊണ്ട് അവർക്ക് ഇനി ആരും ഒരു തർപ്പണവും ചെയ്യേണ്ട, ഒരു പിതൃകർമ്മവും ചെയ്യേണ്ട, ഒരു ശ്രാദ്ധവും ഊട്ടേണ്ട. അതുകൊണ്ട് അവർ സ്വയം ആത്മപിണ്ഡം ചെയ്തിരിക്കുന്നു. അപ്പൊ അവർക്ക് വേറെ ആരോടും ഒന്നും കമ്മിറ്റ്മെന്റ് ഇല്ല, പിതൃക്കളോടൊന്നും ഒന്നും ചെയ്യേണ്ടതില്ല. അവര് പിതൃക്കൾക്കുള്ള കർമ്മങ്ങളൊക്കെ അവസാനം സമർപ്പിച്ച് ആത്മപിണ്ഡവും ചെയ്തിട്ടാണ് സന്യസിച്ചത്. അതുവരേക്കും ഗൃഹത്തിലിരിക്കുന്നവർ
സന്യാസ ദീക്ഷ സ്വീകരിക്കാത്തവർ, ആരോഗ്യമുള്ളവർ എളുപ്പപ്പണി ചെയ്യരുത്. എവിടെയെങ്കിലും പോയി കാശിയിലോ ഗയയിലോ പോയിട്ട് ഇതെന്റെ അവസാനത്തെ ശ്രാദ്ധമാണെന്ന് പറഞ്ഞ് സമർപ്പിച്ചിട്ട് വരരുത്. അങ്ങനെ നിങ്ങൾ അവിടെ പോയി ആത്മപിണ്ഡവും വയ്ക്കുന്നുണ്ടെങ്കിൽ ഒരു സന്യാസിയെ പോലെ ജീവിക്കുക. അപ്പോ പറഞ്ഞു വന്നത് തിലാദ്രീൻ സപ്ത രത്നൗക ശാതകൗംബ അംബരാവൃതാൻ. ഈ തിലാദ്രികൾ എങ്ങനെയാണ്? എള്ളിന്റെ മലകള്, അതിന്റെ മുകളിൽ അമ്പരങ്ങളും വസ്ത്രങ്ങൾ, പട്ടുവസ്ത്രങ്ങളും, അതാണ് രത്നൗകം എന്ന് പറഞ്ഞാൽ രത്നസമൂഹം. അപ്പൊ ഇതിനെ തിലാദ്രികളെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ട് രത്നങ്ങൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. ശാതകൗംബം എന്ന് പറഞ്ഞാൽ സ്വർണമാണ്. ആ സ്വർണം കൊണ്ടും അമ്പരങ്ങൾ, വസ്ത്രങ്ങൾ കൊണ്ടും മൂടിയിട്ട് ആവരണം ചെയ്തിട്ട് 7 മല പോലെയുള്ളതായിട്ടുള്ള എള്ളിന്റെ മലകളെ, 7 കുന്നുകളെ ദാനം ചെയ്തു വിപ്രന്മാർക്കായിക്കൊണ്ട്, അർഹരായിട്ടുള്ളവർക്ക്. ധേനൂനാം നിയുതേ പ്രാദാത് വിപ്രേഭ്യ സമലംകൃതേ തിലാദ്രീൻ സപ്തരത്നൗക ശാതകൗംബംബരാവൃതാൻ കാലേന സ്നാന ശൗചാഭ്യാം സംസ്കാരൈസ്തപസേജ്ജയ ശുദ്ധ്യന്തി ദാനൈ സന്തുഷ്ട്യ ദ്രവ്യാണ്യാത്മാത്മവിദ്യയാ. ഇവിടെ സന്ദർഭവശാൽ ശ്രീ ശുഖബ്രഹ്മർഷി ഇതിന്റെ സാങ്കത്യം പറയണം. എന്തിനാണ് ഇപ്പൊ ഇതൊക്കെ ചെയ്യുന്നത്? നമുക്കും അറിയണ്ടേ, എന്തിനാ ഇപ്പൊ ചെയ്തത്? വെറും ഒരു ചടങ്ങുകളാണോ? അതോ എന്താ പറയാ, പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ടാണോ? എന്തിനു വേണ്ടിയിട്ടാണ് ഇത്? സംഗതിവശാൽ നമുക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരികയാണ്. കാലേന സ്നാന ശൗചാഭ്യാം സംസ്കാരൈഹി തപസ ഇജ്യയ ദാനൈ സന്തുഷ്ട്യ ദ്രവ്യാണി ആത്മാത്മവിദ്യയാ ശുദ്ധ്യന്തി. അപ്പൊ ഇവിടെ കാലേന, ഈ ശ്രേഷ്ഠമായിട്ടുള്ള കാലം കൊണ്ടും നല്ല സമയത്ത് ചെയ്യുന്ന കർമ്മങ്ങൾ ഉത്തമമായിട്ടുള്ള ശുദ്ധിയെ നൽകും നമുക്ക്. ഇവിടെ എന്താ ശുദ്ധ്യന്തി? ആത്മാശുദ്ധ്യന്തി എന്നാണ് പറഞ്ഞത്. ഇവിടെ ആത്മാ എന്ന് പറഞ്ഞാല് സൂക്ഷ്മ ശരീരം എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മുടെ കർമ്മവാസനകളെല്ലാം മാറി നമ്മുടെ ആത്മാ തെളിഞ്ഞു വരും. നമുക്ക് ആത്മസ്വരൂപം തെളിഞ്ഞ് പ്രകാശിക്കും. അതിനുള്ള എല്ലാ ആവരണങ്ങളും മറവുകളും നീങ്ങിക്കിട്ടും. ആത്മാശുദ്ധ്യന്തി. അപ്പോ സ്നാന ശൗചാഭ്യ, സ്നാനം, ശൗചം. അപ്പോൾ എപ്പോഴും കുളി, ശൗചം മുതലായത് നമ്മൾ എപ്പോഴും വേണം. സംസ്കാരൈഹി, സംസ്കാരാദികൾ കൊണ്ട്. സംസ്കാരം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി 16 പ്രധാന സംസ്കാരങ്ങൾ, ഷോഡശ സംസ്കാരങ്ങൾ എന്ന് പറയുന്നതിൽ ഗർഭാവസ്ഥയിൽ തന്നെ, അല്ലെ, ഗർഭാധാനം ആദ്യത്തെ കർമ്മം, അത് കഴിഞ്ഞ് എന്താ പറയുക, സീമന്തോന്നയനം, പുംസവനം മുതലായിട്ടുള്ള അവസ്ഥകള്, 3 കർമ്മങ്ങള്. അത് കഴിഞ്ഞ് ജനിച്ച ഉടനെയുള്ള ജാതകർമ്മം, അത് കഴിഞ്ഞ് പിന്നെ 11-ാം ദിവസം നാമകരണം, പിന്നീട് ഈ പറഞ്ഞ 3-ാമത്തെ പൗർണമി ദിവസം നിഷ്ക്രമണം, അത് കഴിഞ്ഞ് പിന്നീട് അന്നപ്രാശം, ചൂടാകർമ്മം, പിന്നീട് വിദ്യാഭ്യാസത്തിനുള്ള ഉപനയനാദികള്, അക്ഷരാഭ്യാസങ്ങള്, വേദം പഠിപ്പിക്കുക, അതൊക്കെ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സമാവർത്തനം, പിന്നീട് വിവാഹം, ഗൃഹസ്ഥാശ്രമ പ്രവേശം, ഇങ്ങനെ അന്ത്യേഷ്ടി വരെ പ്രധാനമായിട്ടുള്ള സംസ്കാര കർമ്മങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഈ സംസ്കാരങ്ങൾ എവിടേക്കാണ് നമുക്ക് പോകേണ്ടത്? നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ്? ആത്മസ്വരൂപത്തെ പ്രാപിക്കലാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ജന്മമെടുത്തത് കർമ്മങ്ങൾ കാരണമായിട്ടാണ്. ഈ കർമ്മങ്ങൾ എന്നുള്ളത് നമ്മുടെ വാസനാരൂപത്തിലാണ് നമ്മളെ ആവരണം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ കർമ്മവാസനകൾ നമ്മളെ വലിച്ചഴച്ചുകൊണ്ട് നടക്കുന്നതിൽ നിന്ന് നമുക്ക് മോചനം കിട്ടണമെങ്കിൽ ഈ കർമ്മങ്ങളൊക്കെ ക്ഷയിക്കണം. അപ്പൊ എപ്പോഴും ലക്ഷ്യബോധത്തോടുകൂടെ ഞാൻ ആത്മാവാണെന്നുള്ള ബോധം വളർത്തിക്കൊണ്ടിരിക്കണം. ആ ആത്മാവിൽ ഉറയ്ക്കണം. അതിന് തടസ്സമായിരിക്കുന്ന ദേഹാഭിമാനം കൊണ്ട് ചെയ്യുന്ന സ്വാർത്ഥ കർമ്മങ്ങളൊക്കെ പതുക്കെ പതുക്കെ കുറയ്ക്കണം. അത് ഓർമ്മിപ്പിക്കലാണ് ഈ സംസ്കാര കർമ്മങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതാണ് സംസ്കാരൈഹി. അതുപോലെ തപസ,
തപസ്സനുഷ്ഠിക്കുന്നത് കൊണ്ടും, ഇജ്ജയ യാഗാദികൾ, ഇജ്ജ എന്ന് പറഞ്ഞാൽ യാഗങ്ങൾ, ഈശ്വരാരാധനകൾ. അപ്പൊ ഇതെല്ലാം കൊണ്ടും, ദാനൈഹി ദാനം കൊണ്ടും, യജ്ഞം, ദാനം, തപസ്, ഈ 3 കാര്യങ്ങൾ ഉപേക്ഷിക്കരുത് എന്ന് ഗീതാകാരൻ ഗീതയിൽ ഉറപ്പിച്ചു പറയുന്നുണ്ട്. യജ്ഞദാന തപസ് ചൈവ ന ത്യാജ്യം കാര്യമേവ തത് കർത്തവ്യമേവ ന ത്യാജ്യം. യജ്ഞദാന തപശ്ചൈവ പാവനാനി മനീഷിണ. വിവേകികളായിട്ടുള്ളവർ ധനുഷ്ഠിക്കുമ്പോൾ അവരെ അത് ശുദ്ധീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അങ്ങനെ ദാനൈഹി സന്തുഷ്ട്യ, സന്തുഷ്ടി എന്ന് പറഞ്ഞാല് എതിർച്ചാലാഭ സന്തുഷ്ടരായി അഭ്യസിക്കണം. എപ്പോഴും കിട്ടിയതിൽ സന്തോഷം, എപ്പോഴും തൃപ്തി പ്രകടിപ്പിക്കണം, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം, കംപ്ലൈനിങ് നേച്ചർ ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ പണ്ടേ നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞു. ഇന്നിപ്പോ നമ്മൾ ഏത് എന്താ പറയുക കൗൺസിലേഴ്സിന്റെ അടുത്ത് നമ്മുടെ വറീസും കൊണ്ട് ചെന്നു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരുന്നത് ഇതാണ്: നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കൂ, എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കൂ, നല്ലത് മാത്രം ചിന്തിക്കൂ. അത് തന്നെയാണ് ഇവിടെ തുഷ്ടിയ. എപ്പോഴും നമ്മൾക്ക് എന്താണോ വന്നു ചേരുന്നത് അതിനെ ബ്ലെസ്സിങ് ആയിട്ട് കരുതുക, അതിന് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക. ഇതൊക്കെ ആധുനിക ഭാഷയിൽ എന്താ പറയുക സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞു തരുമ്പോൾ എന്തോ വലിയ കാര്യം എന്ന് നമ്മൾ ചിന്തിക്കുന്നു. ഈ 2 ആറ്റിറ്റ്യൂഡുകൾ, നമ്മൾ ധന്യരാണ്, അനുഗ്രഹീതരാണ് എന്നുള്ളൊരു ഭാവവും, നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നൽകിയിരിക്കുന്ന ഈശ്വരനോടും നമ്മുടെ പിതൃക്കളോടും, അല്ലെ, നമ്മുടെ അച്ഛനമ്മമാർ, ബന്ധുക്കൾ, ഗുരുക്കന്മാർ, ഇവരോടൊക്കെ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരുമായിരിക്കുക. കൃതജ്ഞത എന്നുള്ളത് നമ്മളെ കൂടുതൽ പോസിറ്റീവായിട്ട് എപ്പോഴും ഈ തൃപ്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അല്ലെങ്കിൽ നമ്മൾ അവർ തന്നതൊന്നും പോരാ എന്ന് പറഞ്ഞിട്ടുള്ള കംപ്ലൈനിങ് നേച്ചർ, അത് നമ്മളെ കൂടുതൽ താഴേക്ക് പതിപ്പിക്കും. നമ്മുടെ എനർജിയൊക്കെ ചോർന്നു പോകും. നമ്മൾ സ്വാർത്ഥരായിട്ടും ക്രൂരകർമ്മങ്ങൾ ചെയ്യുന്നവരൊക്കെ ആയിട്ട് പതിക്കും. ആരെന്ത് നമുക്ക് ചെയ്താലും ഒരു തരത്തിലുള്ള എന്താ പറയുക നന്മയും അതിൽ കാണാൻ കഴിവില്ലാതാവും. എല്ലാറ്റിനെയും കുറ്റം പറയും. അപ്പൊ അത് പാടില്ല. അതാണ് സന്തുഷ്ടിയ. ഈ സന്തുഷ്ടി എന്നുള്ള ഒരു ക്വാളിറ്റി നമ്മളിൽ എപ്പോഴും ഉണ്ടാവട്ടെ. എപ്പോഴും നിറവ്. ആരെങ്കിലും എന്തെങ്കിലും വേണോ ചോദിച്ചാൽ ഉടനെ വെറുതെ കിട്ടണമെങ്കിൽ ഇങ്ങോട്ട് പോരട്ടെ എന്ന് പറഞ്ഞ് കൈനീട്ടുന്ന സ്വഭാവം മാറ്റുക. ആവശ്യമില്ല. ആവശ്യമുള്ളപ്പോൾ ചോദിക്കാം. നിങ്ങൾ ഓഫർ ചെയ്തതിൽ വളരെ എന്താ പറയുക നന്ദിയുണ്ട്. നിങ്ങളിപ്പോൾ തരാന്ന് പറഞ്ഞല്ലോ, സന്തോഷം. എനിക്കിപ്പോൾ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ സ്വീകരിക്കുന്നില്ല, വേണ്ടപ്പോൾ സ്വീകരിച്ചോളാം. ഇത് പറയാൻ സാധിക്കണം. പക്ഷെ അതിൽ നിന്ന് നമ്മളെ മാറ്റിയെടുക്കലാണ് ഇന്നത്തെ രാഷ്ട്രീയക്കാർ മുഴുവൻ ചെയ്യുന്നത്. അവരുടെ അടിമകളാക്കി വെക്കാനായിട്ട് നമ്മുടെ ശീലങ്ങളെ മാറ്റി അടിമകളാക്കാൻ, എന്ന് വെച്ചാൽ എന്ത് കണ്ടാലും കൈ നീട്ടുന്ന പിച്ചക്കാരാക്കി മാറ്റാൻ ധാരാളം എന്താ പറയുക ഫ്രീ ബീസ് അഥവാ ദാനങ്ങൾ, അർഹതയില്ലാത്തവർക്കും ഒക്കെ പലതരത്തിലുള്ളതായിട്ടുള്ള സ്കീമുകൾ, പെൻഷനുകൾ, അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ ഒക്കെ വാരിക്കോരി കൊടുത്ത് മനുഷ്യന്റെ മനസ്സിനെ തന്നെ ഒരു അടിമത്വ ഭാവത്തിലേക്ക്, പിന്നെ എന്ത് കിട്ടിയാലും തൃപ്തിയില്ലാത്ത ഭാവത്തിലേക്ക് മാറ്റുക, ചിന്തിക്കാൻ കഴിവില്ലാത്തവരാക്കി മാറ്റുക. അതാണ് ഇന്നത്തെ രാഷ്ട്രീയക്കാരൊക്കെ ചിന്തിക്കുന്നത്. എങ്ങനെയായാൽ ഈ ആളുകളൊക്കെ നമ്മുടെ അടിമകളായിട്ട് എന്നും നമുക്ക് തന്നെ വോട്ട് ചെയ്ത് നമ്മുടെ കാര്യം സുരക്ഷിതമാക്കാൻ പറ്റും. അല്ലാതെ ഇവരെയൊക്കെ നന്നാക്കിയിട്ട് അവർക്കൊരു കാര്യമില്ല. ഇവരെല്ലാം നന്നായി സ്വതന്ത്രമായി ചിന്തിക്കുന്നവരായി പോയാൽ അവരുടെ കാര്യം പെരുവഴിയിലായി. ആരവർക്ക് വോട്ട് ചെയ്യും? അപ്പൊ അതുകൊണ്ട് എന്നും മനുഷ്യരെ താഴേക്ക് നയിക്കാനാണ് ഈ നേതൃത്വത്തിലുള്ളവരൊക്കെ ചിന്തിക്കുന്നത്. ആധ്യാത്മിക ആചാര്യന്മാർ അങ്ങനെയല്ല. നിങ്ങളെ സ്വതന്ത്രരാക്കാൻ, സ്വന്തം കാലിൽ നിൽക്കാനും ആരെയും ആശ്രയിക്കാതിരിക്കാനും സ്വതന്ത്രമായി ചിന്തിച്ച് എപ്പോഴും ആത്മവിശ്വാസത്തോടുകൂടി ഇരിക്കാനും പ്രേരിപ്പിക്കുന്നവരാണ് ഗുരുക്കന്മാര്, ആചാര്യന്മാര്. അപ്പോൾ ദ്രവ്യങ്ങൾ ശുദ്ധമാകുന്നു, ആത്മാ ശുദ്ധമാകുന്നു. നമ്മൾ അനുഭവിക്കുന്ന ദ്രവ്യങ്ങളൊക്കെ എപ്പോഴും നമ്മുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ട് ശുദ്ധമായിരിക്കും. നമ്മുടെ മനസ്സും ബുദ്ധിയും ഒക്കെ തെളിഞ്ഞിരിക്കും.
അപ്പോൾ നമുക്ക് ഉള്ളിലുള്ള ആത്മാവിനെയും തെളിഞ്ഞ് കാണാറാവും, അന്ധക്കരണ ശുദ്ധി ഉണ്ടാവും. കാലേന സ്നാന ശൗചാഭ്യാം സംസ്കാരൈ തപസേജ്യയാ ശുദ്ധ്യന്തി ദാനൈ സന്തുഷ്ട്യാ ദ്രവ്യാണ്യാത്മാത്മവിദ്യയാ. അപ്പൊ ഈ ചെയ്യുന്ന ആചാര അനുഷ്ഠാനങ്ങളെല്ലാം നമ്മുടെ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുക. ചിത്തസ്യ ശുദ്ധയേ കർമ്മ, എല്ലാ കർമ്മങ്ങളും ചിത്തശുദ്ധി ഉണ്ടാവാനാണ്, ആത്മാ തെളിഞ്ഞ് പ്രകാശിക്കാനാണ്. അപ്പോ ഈ തന്റെ പുത്രനായി ജനിച്ചിരിക്കുന്നത് സാക്ഷാൽ ഭഗവാനാണെന്നും അറിയില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഉണ്ടോ? ഭഗവാന് വേണ്ടി ഇത്രയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ തന്റെ പുത്രൻ എന്നുള്ള മമതയോട് കൂടിയിട്ടാണ്, തന്റെ പുത്രൻ എല്ലാ ക്ഷേമവും ഉണ്ടാകണം എന്നുള്ള ചിന്തയോടെയാണ് നന്ദഗോപുരതെല്ലാം ചെയ്യുന്നത്. സൗമംഗല്യഗിരോ വിപ്രാഹ സൂതമാഗതവന്ദിനഃ ഗായകാശ്ച ജഗുർനേതുഃ ഭേര്യോ ദുന്ദുഭയോ ജഗ്മുഹുഃ. സൗമംഗല്യഗിരോ വിപ്രാഹ സൂതമാഗതവന്ദിനഃ ഗായകാശ്ച ജഗുർനേതുഃ ഭേര്യോ ദുന്ദുഭയോ മുഹുഃ. അപ്പോ വിപ്രാഹ സൂതമാഗതവന്ദിനഃ സൗമംഗല്യഗിരഃ ഗായകാഃ ജഗുഃ ദുന്ദുഭയഃ മുഹുഃ നേതുഃ. വിപ്രാഹ എന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്ന ബ്രാഹ്മണരെ കുട്ടിക്ക് ആശീർവാദം ചെയ്തുകൊണ്ട് നല്ല വാക്കുകൾ, സൗമംഗല്യഗിരഃ കല്യാണകരങ്ങളായ വാക്കുകൾ, മംഗളവാചകങ്ങൾ, ആശീർവചനങ്ങൾ, എല്ലാ തരത്തിലുള്ള മംഗളങ്ങളും ഉണ്ടാകട്ടെ, ആയുസ്സുണ്ടാകട്ടെ, ആരോഗ്യമുണ്ടാകട്ടെ, വിദ്യയുണ്ടാകട്ടെ, യശസ്സുണ്ടാകട്ടെ, അല്ലെ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു, ഉപദേശിക്കുന്നു, അല്ലെങ്കിൽ അനുഗ്രഹിക്കുന്നു. സൗമംഗല്യഗിരഃ, സൗമംഗല്യ വാക്കുകൾ. അതുപോലെ സൂതമാഗത വന്ദിനഃ, സൂതന്മാര്, മാഗതന്മാര്, വന്ദികള്, പ്രത്യേകിച്ച് രാജാക്കന്മാരെ സ്തുതിക്കുന്നവരാണ്. അപ്പൊ അവിടെ അദ്ദേഹവും ഒരു ചെറിയ രാജാവാണ്, നന്ദനും. അപ്പൊ അദ്ദേഹത്തെ സ്തുതിക്കുന്ന സ്തുതിപാഠകന്മാരുണ്ട്. അപ്പോ പുരാണ കഥകൾ പറയുന്ന സൂതന്മാര്, വംശമാഹാത്മ്യം പറയുന്ന മാഗധന്മാര്, അതുപോലെ അപ്പപ്പുള്ള സമയോചിതമായ കാര്യങ്ങൾ രാജാവിനെ പറഞ്ഞു പുകഴ്ത്തുന്നതായിട്ടുള്ള ആൾക്കാരാണ് വന്ദികൾ. അപ്പൊ ഇങ്ങനെയുള്ള കൂട്ടർ സൂതമാഗത വന്ദികൾ, ഇവരെല്ലാം വന്ന് അദ്ദേഹത്തെ സ്തുതിക്കുന്നുണ്ട്. നന്ദഗോപരെയും ഈ ഉണ്ണിയെയും സ്തുതിക്കുന്നു. അതുപോലെ തന്നെ ഗായകാഹ ജഗുഹു, മറ്റു പല പാട്ടുകാരും വന്ന് ഗാനങ്ങൾ ചെയ്യുന്നു, നല്ല നല്ല ഗാനങ്ങൾ പാടി സന്തോഷിപ്പിക്കുന്നു. ഈശ്വരീയമായിട്ടുള്ള ഗാനങ്ങളെ അന്നൊക്കെ ഉണ്ടാവുള്ളൂ. അതുപോലെ ദുന്ദുഭയഃ മുഹുഹു നേതുഹു, അവിടെ എല്ലാവരും വാദ്യഘോഷങ്ങളൊക്കെ മുഴക്കി ഉത്സവം ഗംഭീരമാക്കുകയാണ്. ഈ ഉണ്ണി ജനിച്ചത് ആ ഗോകുലത്തിലൊക്കെ വലിയ എല്ലാവരെയും അറിയിക്കും വേണം. അപ്പോൾ എല്ലാവരും കൂടി വാദ്യഘോഷങ്ങളൊക്കെ മുഴക്കി പാട്ടുമൊക്കെയായി ഉത്സവം ആരംഭിച്ചു. അങ്ങനെ ആദ്യത്തെ എന്താ പറയുക റിച്വൽസ് കഴിഞ്ഞു. ഇനിയിപ്പോ മൊത്തത്തിൽ ആഘോഷമാണ്, അല്ലെ? അതാണ് വ്രജസംരഷ്ട സംസിക്തദ്വാരാജിരഗൃഹാന്തരഃ ചിത്രധ്വജ പതാകാശ്രക്ചൈല പല്ലവതോരണൈഃ. വ്രജസംരഷ്ട സംസിക്തദ്വാരാജിരഗൃഹാന്തരഃ ചിത്രധ്വജ പതാകാശ്രക്ചൈല പല്ലവതോരണൈഃ. ആ ഗോകുലം മൊത്തത്തില് എന്താ പറയുക അടിച്ചുവാരി വെള്ളം തളിച്ച് വൃത്തിയാക്കി ശുദ്ധമാക്കപ്പെട്ടു. എന്നിട്ട് അലങ്കാരങ്ങളൊക്കെ ചെയ്യപ്പെട്ടു. ഒരു ഉത്സവത്തിന് എങ്ങനെയാണോ നാടും നഗരവും ഒരുങ്ങുക അതിനെ പറയണം. അപ്പൊ വ്രജഃ ഈ ഗോകുലം, സംമൃഷ്ട എന്ന് പറഞ്ഞാലോ സമ്യക്ക് മാർജനം കൃതം, അടിച്ചുവാരി എന്നർത്ഥം. സംസിക്തം എന്ന് പറഞ്ഞാലോ സമ്യക്കായി സേചനം ചെയ്യപ്പെട്ടു. സേചനം ചെയ്യുക പറഞ്ഞാൽ വെള്ളം തളിക്കലാണ്. അപ്പൊ ഇവിടെ സുഗന്ധദ്രവ്യങ്ങളൊക്കെ പുരട്ടിയ വെള്ളം, ഇനിയിപ്പോ ഗോകുലമായതുകൊണ്ട് വേണമെങ്കിൽ ചാണകം ഗോമൂത്രമൊക്കെ കലർന്ന വെള്ളം എല്ലാം തളിച്ച് അവിടെയൊക്കെ ശുദ്ധമാക്കി അടിച്ചുവാരി തളിച്ചു. അതാണ് സംമൃഷ്ട സംസിക്തം. ദ്വാരങ്ങൾ എന്നാൽ കവാടങ്ങൾ, അജിരങ്ങൾ എന്ന് പറഞ്ഞാൽ മുറ്റങ്ങൾ, ഗൃഹാന്തരങ്ങൾ എന്നാൽ വീടുകളുടെ ഉൾവശങ്ങൾ. അപ്പോ കവാടങ്ങളും മുറ്റങ്ങളും വീടുകളുടെ ഉൾവശങ്ങളും, അപ്പൊ ബാഹ്യവും ആഭ്യന്തരവും എല്ലാം ശുദ്ധമാക്കി തളിച്ചു. അടിച്ചു തളിച്ച എല്ലാവരും സന്തോഷിക്കുകയാണ്. അതുപോലെ ചിത്രധ്വജ പതാകാശ്രക്ചൈല പല്ലവ തോരണൈഹി, അലങ്കരിക്കുകയാണ്. എന്തൊക്കെയാണ്? ചിത്രധ്വജം
ചിത്രങ്ങളായ വിചിത്രങ്ങളായ വർണ്ണങ്ങളിലുള്ളതായിട്ടുള്ള കൊടിതോരണങ്ങൾ, കൊടിക്കൂറകൾ, പതാകകൾ, അതുപോലെ തന്നെ സ്രക്ക് എന്ന് പറഞ്ഞാൽ പൂമാലകൾ, ഡെക്കറേഷനായിട്ട് പൂമാലകളൊക്കെ ചാർത്തുന്നുണ്ട്. ചൈലം എന്ന് പറഞ്ഞാൽ തുണി കൊണ്ടുള്ളതായിട്ടുള്ള അലങ്കാരങ്ങൾ, ഈ എന്താ പറയുക ഞൊറിഞ്ഞ് കർട്ടൻ പോലെയൊക്കെ പല ഭാഗത്തും ഇങ്ങനെ ഞാത്തിയിടുമല്ലോ, അപ്പൊ അങ്ങനെയുള്ളതായിട്ടുള്ള തുണികൾ കൊണ്ട്. പല്ലവങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക കുരുത്തോലകൾ, മാവിന്റെ ഇലകൾ, ആലിന്റെ ഇലകൾ, പ്ലാവിന്റെ ഇലകൾ, ഇതൊക്കെ ഡെക്കറേഷനായിട്ട് തൂക്കും അല്ലേ. അപ്പൊ അതാണ് പല്ലവങ്ങള്. ചെറിയ തളിരുകള്, തോരണങ്ങൾ, ഇതൊക്കെ തോരണങ്ങളായിട്ട് കവാടങ്ങളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തു, തെരുവുകളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തു. അലങ്കൃത എന്നർത്ഥം. വ്രജസംഭൃഷ്ട സംസിക്ത ദ്വാരാചിരഗൃഹാന്തര ചിത്രധ്വജ പതാകാസ്രൈല പല്ലവ തോരണൈ ഗാവോ വൃഷാ വത്സതരാ ഹരിദ്രാ തൈലരൂഷിതാ വിചിത്രധാതു ബർഹസ്രഗ് വസ്ത്രകാഞ്ചനമാലിനഃ ഗാവോ വൃഷാ വത്സതരാ ഹരിദ്രാ തൈലരൂഷിതാ വിചിത്രധാതു ബർഹസ്രഗ് വസ്ത്രകാഞ്ചനമാലിനഃ. അപ്പൊ ഇവിടെ ഇവരുടെ വളർത്തു മൃഗങ്ങള്, പശുക്കള്, കാളകള്, കോവർ കഴുതകളൊക്കെ ഉണ്ട് ഇവർക്ക്. അതാണ് ഗാവഹ പശുക്കൾ, വൃഷാഹ വൃഷങ്ങൾ, വൃഷഭങ്ങൾ, കാളകൾ, വത്സതരാഹ കോവർ കഴുതകൾ എന്ന് പറയുന്നവരാണ് വത്സതരാഹ. അപ്പൊ പലതരത്തിലുള്ള മൃഗങ്ങൾ വളർത്തുന്നുണ്ട്. അതൊക്കെ ഹരിദ്ര തൈല ഭൂഷിതാഹ രൂഷിതാഹ. ഹരിദ്ര എന്ന് പറഞ്ഞാൽ മഞ്ഞൾ, തൈലം എണ്ണ. അപ്പൊ മഞ്ഞളും എണ്ണയും കൊണ്ടൊക്കെ അവരുടെ ശരീരമൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. രൂഷിതാഹ ഇവരുടെയൊക്കെ ദേഹത്തൊക്കെ പൂശിയിട്ടുണ്ട് മഞ്ഞളും എണ്ണയും എല്ലാം. അതുപോലെ വിചിത്ര ധാതു ബർഹ സ്രഗ് വസ്ത്ര കാഞ്ചന മാലിനഃ. ഇവർക്കൊക്കെ ഈ പറഞ്ഞ ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ ധരിപ്പിച്ചിട്ടുണ്ട് ഈ ജന്തുക്കൾക്കും, അതാണ് വളർത്തുമൃഗങ്ങൾക്കും. അതാണ് വിചിത്ര ധാതു, വിചിത്രങ്ങളായിട്ടുള്ള ധാതുക്കൾ കൊണ്ട് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള മനയോലകൾ മുതലായിട്ടുള്ള ഭൂമിയിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ ചന്ദനം, കസ്തൂരി, കുങ്കുമം മുതലായിട്ടുള്ളതൊക്കെ ധാതുക്കളാണ്. അപ്പൊ അതിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടും മനയോല മുതലായതുകൊണ്ടും വിചിത്രങ്ങളായ ധാതു. ബർഹ എന്ന് പറഞ്ഞാൽ മയിൽപീലികളാണ്. അതുപോലെ സ്രക്ക് എന്ന് പറഞ്ഞാൽ മാലകളാണ്. വസ്ത്രങ്ങൾ തന്നെ കാഞ്ചനമാലി എന്ന് പറഞ്ഞാൽ എല്ലാം സ്വർണമാലകളൊക്കെ ധരിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ വിചിത്രങ്ങളായിട്ടുള്ള ധാതുക്കളൊക്കെ അവരുടെ ശരീരത്തിലെ കുറികളായും മറ്റുമൊക്കെ പൂശിയിട്ടുണ്ട്. അവരുടെ മയിൽപീലിയൊക്കെ കൊമ്പിലും അല്ലെ ഒക്കെ ചൂടിക്കൊടുത്തിട്ടുണ്ട്. കഴുത്തിലൊക്കെ മാലയും സ്വർണമാലയും ഒക്കെ ധരിപ്പിച്ചിട്ടുണ്ട്. വസ്ത്രങ്ങളൊക്കെ അവിടെയും ഇവിടെയൊക്കെ അവർക്ക് ചുറ്റിക്കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ പശുക്കളെയും കാളകളെയും ഒക്കെ അലങ്കരിച്ച് കൊണ്ടാടുകയാണ്. മനുഷ്യർ മാത്രമല്ല, പ്രകൃതിയും ഇവിടെ ഒന്നിച്ചു ചേരുകയാണ് എന്നർത്ഥം, സന്തോഷിക്കുകയാണ്. മഹാർഹ വസ്ത്രാഭരണ കഞ്ചുകോഷ്ണീഷഭൂഷിതാഃ ഗോപാസമായയൂരാജൻ നാനോപായന പാണയഃ. മഹാർഹ വസ്ത്രാഭരണ കഞ്ചുകോഷ്ണീഷഭൂഷിതാഃ ഗോപാസമായയൂരാജൻ നാനോപായന പാണയഃ. അപ്പോ ഗോപാഹ ഇതുവരെ ജന്തുക്കളെ പറഞ്ഞു, പശുക്കളെയൊക്കെ പറഞ്ഞു. ഇനിയിപ്പോതാ മനുഷ്യന്മാരുടെ കാര്യം പറയണു, അവിടെയുള്ള ഗോപന്മാരുടെ കാര്യം പറയണു. ഗോപാഹ സമായയുഹു ആണ്. അത് സന്ധിയിൽ സമായയൂ എന്ന് ദീർഘമാവുകയാണ്, രാജൻ എന്നുള്ള രകാരം വന്നപ്പോൾ. അപ്പൊ സമായയുഹു ഗോപാഹ സമായയുഹു, ഗോപന്മാർ സമ്യക് ആയയു വന്നു ചേർന്നു. എങ്ങനെ? നാനാ ഉപായന പാണയ, അവരുടെ പാണികളിൽ, കൈകളിൽ നാനാ ഉപായനങ്ങൾ. നാനാ ഉപായനങ്ങൾ എന്ന് പറഞ്ഞാൽ ഉപഹാരങ്ങൾ, സമ്മാനങ്ങൾ എന്നർത്ഥം. കുട്ടിയെ കാണാൻ വരുമ്പോൾ വെറും കൈയോടെ വരാൻ പാടില്ല എന്ന് ശാസ്ത്രമുണ്ട് അല്ലെ. രാജാവിനെ കാണാൻ പോകുമ്പോ, ഈശ്വരനെ കാണാൻ പോകുമ്പോ, വൃദ്ധരെ കാണാൻ പോകുമ്പോ, കുട്ടിയെ കാണാൻ പോകുമ്പോ, ഗുരുവിനെ കാണാൻ പോകുമ്പോ, ഇങ്ങനെയൊക്കെ ചില പൂർവികര് ശാസ്ത്രങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. വെറും കൈയോടെ പോകരുത്, അവരെയൊക്കെ സന്തോഷിപ്പിക്കാനായിക്കൊണ്ട് സമ്മാനങ്ങളുമായിട്ട് പോകണം എന്ന്. അപ്പൊ ഇവിടെ കുട്ടിയെ കാണാൻ വരികയാണ്. നാനാ ഉപായന പാണയ, കയ്യിലൊക്കെ സമ്മാനങ്ങളുമായിട്ട് പാണികളിൽ ധരിച്ചുകൊണ്ടാണ് അവർ വരുന്നത്. എങ്ങനെയായിട്ട്? മഹാർഹ വസ്ത്രാഭരണ കഞ്ചുക ഉഷ്ണീഷ ഭൂഷിതാഹ. മഹാർഹം എന്ന് പറഞ്ഞാൽ വിലമതിക്കാനാവാത്തത്, നല്ല വില കൂടിയത് എന്നർത്ഥം. അപ്പൊ വില പിടിച്ചതായിട്ടുള്ള വസ്ത്രാഭരണങ്ങൾ, വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ചിട്ടുണ്ട്.
കഞ്ചുകങ്ങൾ എന്ന് പറഞ്ഞാൽ ജാക്കറ്റുകൾ, ബ്ലൗസുകൾ, അല്ലെങ്കിൽ ഇവിടെ പുരുഷന്മാരായതുകൊണ്ട് കോട്ടുകൾ, ഓവർകോട്ടുകൾ, ദേഹത്ത് ധരിക്കുന്ന എന്താ പറയുക, വക്ഷസ്സിനെ മറയ്ക്കുന്ന ഭാഗങ്ങൾ, ആ വസ്ത്രങ്ങളൊക്കെ കഞ്ചുകങ്ങൾ എന്ന വകുപ്പിൽ പെടും. സ്ത്രീകൾക്കും ബ്ലൗസിന് കഞ്ചുകം എന്ന് പറയും. അപ്പൊ ഇവിടെ പുരുഷന്മാര് കുപ്പായങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട്. അതുപോലെ ഉഷ്ണീഷം എന്ന് പറഞ്ഞാൽ തലപ്പാവുകളാണ് അവിടുത്തെ ആ നാട്ടിലെ ആളുകളുടെ രീതി. ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും ഗുജറാത്തിലും ഒക്കെ ഉള്ള ആൾക്കാർ അവരുടെ എന്താ പറയുക, സെറിമോണിയൽ ഡ്രസ്സിൽ ഈ തലപ്പാവ് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ടാണ് നമ്മളെ മോദിജി വലിയ വലിയ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ സ്വാതന്ത്ര്യ ദിനത്തിന് കൊടി ഉയർത്താനൊക്കെ വന്നപ്പോൾ അവരുടേതായിട്ട് ട്രഡീഷണൽ ആയിട്ടുള്ള ആ തലപ്പാവ് ധരിച്ചിട്ടാണ് വരുന്നത്. നമ്മുടെ കേരളത്തിൽ അങ്ങനെ പതിവില്ല. അത് ഇന്നവർക്ക് ഇന്ന രീതിയിലുള്ള തലപ്പാവ് എന്നൊക്കെ പണ്ട് ഉണ്ടായിരുന്നു, അല്ലേ? മറ്റ് പലതരത്തിലുള്ള തലയെ കെട്ടും പണിക്കാര്, ജോലിക്കാരൊക്കെ. അതും യജമാനന്മാരെ കാണുമ്പോൾ അഴിച്ച് കക്ഷത്ത് വെച്ച് തൊഴുതു നിൽക്കണം. എന്തായാലും ഇവിടെ അവർക്ക് ട്രഡീഷണൽ ആയിട്ട് ഇതൊക്കെ അനുവദനീയമാണ്. അവരൊക്കെ നല്ല ഡെക്കറേറ്റീവ്, കളർഫുൾ ആയിട്ടുള്ള തലപ്പാവുകൾ, ഉഷ്ണീഷങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട്. ഭൂഷിതാഹ, അലങ്കൃതാഹ. അപ്പൊ നല്ല ഉത്സവ വസ്ത്രങ്ങളിലാണ് അവര് വന്നിരിക്കുന്നത് എന്നർത്ഥം. മഹാർഹ വസ്ത്രാഭരണ കഞ്ചുകോഷ്ണീഷഭൂഷിതാഹ ഗോപാസമായൂരാജൻ നാനോപായന പാണയ ഗോപ്യശ്ചാകർണ്യമുദിതാഹ യശോദായാ സുതോത്ഭവം ആത്മാനം ഭൂഷയാൻ ചക്രുഃ വസ്ത്രാകൽപാഞ്ജനാദിഭിഃ. ഗോപ്യഃ ച ആകർണ്യമുദിതാഹ യശോദായാ സുതോത്ഭവം ആത്മാനം ഭൂഷയാൻ ചക്രുഃ വസ്ത്രാകൽപാഞ്ജനാദിഭിഃ. ഗോപ്യഃ ച ഗോപിമാരും, ആകർണ്യ, എന്ത് ആകർണ്യ? യശോദായാഹ സുതോദ്ഭവം ആകർണ്യ. ആ യശോദയ്ക്ക് പുത്രനുണ്ടായി എന്നുള്ള വർത്തമാനം കേട്ടിട്ട് മുദിതാഹ, അത്യന്തം സന്തോഷിച്ചു. കാരണം അവരുടെയൊക്കെ നേതൃസ്ഥാനമുള്ള രാജ്ഞിയാണ്. ഇവരോടൊക്കെ വളരെ, ഗോപിമാരോടെല്ലാവരോടും വളരെ സ്നേഹവാത്സല്യങ്ങളുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രാജപത്നിയാണ്. നന്ദഗോപരുടെ പത്നിയായിട്ടുള്ള യശോദ എല്ലാവർക്കും പ്രിയപ്പെട്ടവരാണ്. എല്ലാവർക്കും സ്വന്തം ജ്യേഷ്ഠത്തിയെ പോലെ, അമ്മയെ പോലെ ആശ്രയിക്കാവുന്നവരാണ്. അപ്പോ ആ ദേവിക്ക് കുറെ കാലമായിട്ട് കുട്ടികളില്ലാത്തത് ഇവർക്കൊക്കെ സങ്കടം ഉണ്ടാക്കിയിരുന്നു. ഇപ്പൊ രാത്രി പ്രായം കൂടിയപ്പോഴാണെങ്കിലും സന്തതി ഉണ്ടായി എന്ന് കേട്ടപ്പോ സുതോദ്ഭവം ആകർണ്യ മുദിതാഹ, അത്യന്തം സന്തോഷമുള്ളവർ, അവർക്ക് കുട്ടിയുണ്ടായ പോലെ തന്നെ സന്തോഷിക്കുന്ന അർത്ഥം. അങ്ങനെ ആത്മാനം ഭൂഷയാൻ ചക്രുഹു, ആത്മാനം അവരവരുടെ ശരീരങ്ങളെ, ഭൂഷയാൻ ചക്രു ഭൂഷണങ്ങളെ ചെയ്തു, അലങ്കാരങ്ങളെ ചെയ്തു. എങ്ങനെയൊക്കെ? വസ്ത്ര ആകൽപ അഞ്ജനാദിഭിഹി. വസ്ത്രം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ധരിക്കുന്ന വസ്ത്രങ്ങൾ, പലതരത്തിലുള്ള പട്ട് വസ്ത്രങ്ങൾ, സാരികളൊക്കെ ധരിച്ചു അവര്. ആകൽപ്പങ്ങൾ എന്ന് പറഞ്ഞാല് ഭൂഷണങ്ങൾ, അലങ്കാരങ്ങൾ, അതൊക്കെ ധരിച്ചു. ആഭരണങ്ങളൊക്കെ ധരിച്ചു. അഞ്ജനാദി എന്ന് പറഞ്ഞാല് കണ്ണെഴുതുന്ന അഞ്ജനം, പൊട്ടുതൊടല്, മറ്റ് ക്രീമുകളൊക്കെ പുരട്ടല്, അല്ലേ? എന്താ പറയുക, ശരീരത്തിൽ അംഗരാഗങ്ങളെല്ലാം ഈ അഞ്ജനാദിബി എന്ന ശബ്ദം കൊണ്ട് വന്നു. അങ്ങനെ ശരീരത്തിൽ എന്തൊക്കെ സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശി അവര് നല്ല അലങ്കൃതരായിട്ട് വന്നു. അല്ലെങ്കിൽ എപ്പോഴും പശുക്കളുടെ പുറകെ നടന്ന്, അല്ലെ, ചാണകത്തിലും ഗോമൂത്രത്തിലൊക്കെ പുരണ്ട് നടക്കുന്നവരാണ്. അവരുടെ വസ്ത്രമൊക്കെ മുഷിഞ്ഞതൊക്കെ ആയിരിക്കും സാധാരണ രീതിയിൽ. ഇന്ന് സ്പെഷ്യൽ ഡേ ആണ്. ഭഗവാൻ അവതരിച്ച, അല്ലെങ്കിൽ അവരുടെ രാജാവിനും രാജ്ഞിക്കും സന്തതി ഉണ്ടായതായിട്ടുള്ള ഉത്സവം. ഗോപ്യശ്ചാകർണ്യമുദിതാഹ യശോദായാ സുതോത്ഭവം ആത്മാനം ഭൂഷയാൻ ചക്രുഹു വസ്ത്ര ആകൽപ അഞ്ജനാദിഭിഃ. നവകുങ്കുമകിഞ്ചൽക്കമുഖപങ്കജഭൂതയഃ ബലിഭിസ്ത്വരിതം ജഗ്മുഹു പൃഥുശ്രോണ്യശ്ചലത്കുചാഃ. നവകുങ്കുമകിഞ്ചൽക്കമുഖപങ്കജഭൂതയഃ ബലിഭിസ്ത്വരിതം ജഗ്മുഹു പൃഥുശ്രോണ്യഃ ചലത്കുചാഃ. ആ ഗോപികമാരെ ഇനിയും ശുഖബ്രഹ്മർഷി വർണ്ണിക്കുകയാണ്. അവരുടെ ആ ഒരു, എന്താ പറയുക, അവരെത്ര ഉത്സാഹത്തോടുകൂടെ എങ്ങനെയൊക്കെ വസ്ത്രം ധരിച്ചിരുന്നു, എന്തൊരു ഉത്സവമായിരുന്നു അവർക്ക്, അവരുടെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. അപ്പോ നവകുങ്കുമ കിഞ്ചൽക്ക മുഖപങ്കജഭൂതയഃ,
അവരുടെ മുഖപങ്കജത്തിൽ, മുഖകമലത്തിൽ ഭൂതികളോടുകൂടി, ഐശ്വര്യത്തോടുകൂടി എന്നർത്ഥം, ശോഭയോടുകൂടി എന്നൊക്കെ അർത്ഥം. അപ്പൊ എന്തൊക്കെയാണ്? ആ കുങ്കുമം, നല്ല പുതിയതായിട്ടുള്ള കുങ്കുമം കൊണ്ട് അണിഞ്ഞിട്ടുണ്ട്. കിഞ്ചൽക്കം എന്ന് പറഞ്ഞാൽ താമരയുടെ ഉള്ളിലുള്ള കേസരമാണ്. അപ്പൊ കേസരങ്ങൾ കൊണ്ടും മറ്റുമൊക്കെ പലതരത്തിലുള്ള അലങ്കാരങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മുഖപങ്കജത്തെ, അപ്പൊ താമരയുടെ ഉള്ളിലുള്ള കിഞ്ചൽക്കം കൊണ്ട് ഇവരുടെ മുഖമാകുന്ന താമരയെ അലങ്കരിച്ചിട്ടുണ്ട്. അപ്പൊ പലതരത്തിലുള്ള എന്താ പറയുക, മഞ്ഞ പൊട്ടുകളൊക്കെ ചാർത്തിയ പോലെയൊക്കെ ശരീരത്തിലൊക്കെ അവര് പലതരത്തിലുള്ള വേഷങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ടാവും. അവരുടെ സൗന്ദര്യം ഓരോ ദേശത്ത് ഓരോന്നാണ് സൗന്ദര്യത്തിന് വേണ്ടി ചെയ്യുക, അല്ലെ? നമ്മള് പല ഭാഗത്തും ആദിവാസികളുടെ ഇടയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ അലങ്കാരങ്ങൾ, അവിടുത്തെ തൂവലുകളും അവിടുത്തെ കാട്ടിലെ ഇലകളും പൂക്കളും പലതരത്തിലുള്ളതായിട്ട് ശരീരത്തിൽ അണിയുന്ന ലേപനങ്ങളും ഒക്കെ കൊണ്ട്, അപ്പൊ ഓരോ ദേശത്തിനനുസരിച്ച് അവരുടേതായിട്ടുള്ള വേഷഭൂഷാദികൾ അണിഞ്ഞുകൊണ്ട് നല്ല കമലങ്ങൾ ശോഭിക്കുന്നവരായിട്ട് ബലിബിഹി കാഴ്ചാദ്രവ്യങ്ങളെ കൊണ്ട്, ഉപഹാരങ്ങളെ കൊണ്ട് ത്വരിതം ജഗ്മുഹു, വളരെ വേഗത്തിൽ ഗമിക്കുകയാണ് അവര്. നല്ല ധൃതിയുണ്ട്. ഞാനാദ്യം ഞാൻ വൈകരുത് എന്നുള്ള ആ തിരക്കോടുകൂടെ അവർ ചെല്ലുകയാണ്. അവരുടെ പോകുന്ന പോക്കില് അവരുടെ ശരീരഘടനയെ വർണ്ണിക്കണു. പൃഥുശ്രോണ്യ, ശ്രോണി എന്ന് പറഞ്ഞാൽ അരക്കെട്ടാണ്. അത് പൃഥുവായത്, നല്ല വലിയ തടിച്ച അരക്കെട്ടുള്ളവരും. ചലത് കുചാഹ, അവരുടെ കുചങ്ങളൊക്കെ ഇളക്കിക്കൊണ്ടാണ് പോകുന്നത് എന്നർത്ഥം. കുചകലശങ്ങളെ ചലിപ്പിച്ചുകൊണ്ട് അവരുടെ പോകുന്ന വ്യഗ്രതയെ സൂചിപ്പിക്കുന്നതാണ്. എത്ര വേഗത്തിലാണ് അവർ ഓടുന്നത്. ആ ഓടുന്ന ഓട്ടത്തില് അവരുടെ കുചങ്ങളൊക്കെ ചലിച്ചുകൊണ്ടും. അതിനെ ഒന്നുകൂടെ വിശദീകരിക്കാൻ അതിമനോഹരമായിട്ട് ഒരു ശ്ലോകം അടുത്തത്. ഗോപ്യസ്വമൃഷ്ടമണികുണ്ടല നിഷ്കണ്ഡ്യ ചിത്രാംബരാ പതിശിഖാച്യുതമല്യവർഷാ നന്ദാലയം സബലയാ വ്രജതീർവിരേജു വ്യാലോലകുണ്ടല പയോദരഹാരശോഭാ. ഗോപ്യസ്വമൃഷ്ടമണികുണ്ടല നിഷ്കണ്ഡ്യ ചിത്രാംബരാ പതിശിഖാച്യുതമല്യവർഷാ നന്ദാലയം സബലയാ വ്രജതി വിരേജു വ്യാലോലകുണ്ടല പയോദരഹാരശോഭാ. അപ്പോ ഗോപ്യ വിരേജുഹു ആണ് ഇവിടുത്തെ വിഷയം. ഗോപികൾ വിരാജിച്ചു, ശോഭിച്ചു. എങ്ങനെയായിട്ട്? നന്ദാലയം വ്രജതീഹി, നന്ദാലയം വ്രജതീഹി ഗോപ്യ വിരേജുഹു. നന്ദാലയത്തിലേക്ക് വ്രജിക്കുന്നവർ, ഗമിക്കുന്നവർ, നന്ദാലയം നോക്കി ഒഴുകുന്നവരായിക്കൊണ്ട് ഈ ഗോപികമാർ വിരേചിച്ചു. എങ്ങനെയൊക്കെ ആയിട്ട്? സുമൃഷ്ടമണികുണ്ടല നിഷ്കണ്ഡ്യ. സുമൃഷ്ടം എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ശുദ്ധമാക്കിയത്, ചെളി കളഞ്ഞത്, തിളങ്ങുന്നത് എന്നൊക്കെ അർത്ഥമാണ്. എന്താണ്? മണികുണ്ടലം, രത്നകുണ്ടലങ്ങൾ. അപ്പൊ കാതിലെ കുണ്ടലങ്ങളൊക്കെ എടുത്ത് ധരിച്ചു. സാധാരണ ധരിക്കാറില്ലാത്ത വിശേഷ ആഭരണങ്ങളൊക്കെ, പെട്ടിയൊക്കെ തുറന്ന്, ആഭരണ ചെപ്പുകളൊക്കെ തുറന്ന് കണ്ണാടി നോക്കി നല്ല രത്നകുണ്ടലങ്ങളൊക്കെ എടുത്ത് അണിഞ്ഞു. സുമൃഷ്ടമണികുണ്ടല നിഷ്കണ്ഡ്യ, കണ്ഠം, അതിൽ നിഷ്കം. നിഷ്കമെന്നാല് നെക്ലേസ്, പതക്കങ്ങള് എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ നല്ല കണ്ഠത്തില് നല്ല പതക്കങ്ങളോട് കൂടിയതായിട്ടുള്ള നെക്ലേസുകളൊക്കെ ധരിച്ചവരായിട്ട്, വിശേഷ ആഭരണങ്ങളൊക്കെ ധരിച്ച് നിഷ്കണ്ഠ്യ. ചിത്രാംബരാഹ, നല്ല വിചിത്രങ്ങളായ വർണ്ണങ്ങളുള്ളതായിട്ടുള്ള, വർണ്ണപ്പകിട്ടുള്ള പുതിയതായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട്. പതി ശിഖാച്യുത മാല്യവർഷാഹ, പതി അവർ വരുന്ന വഴിയില്, അപ്പൊ തലയിൽ അവർ നല്ലോണം പൂക്കളൊക്കെ ചൂടിയിട്ടുണ്ട്. പക്ഷെ അവരുടെ തിരക്ക്, അവർ ഓടുന്ന ആ ഓട്ടത്തില് അവരുടെ ശിഖയിൽ നിന്ന്, അവരുടെ തലമുടിയിൽ നിന്ന് ച്യുതമാവുന്നുണ്ട്. എന്ത്? മാല്യത്തിന്റെ വർഷം. ഒരു പുഷ്പാഭിഷേകം വഴിനീളം നടക്കുന്നുണ്ട്. മഹാത്മാക്കളൊക്കെ എഴുന്നള്ളുമ്പോൾ വഴിയിൽ നമ്മൾ എന്താ പറയുക, അർച്ചന ചെയ്ത് അവരുടെ വഴി പൂവിരിക്കുന്നതാക്കി തീർക്കും. അതുപോലെ ഇവിടെ ഭഗവാന് ഈ വഴികളിലൊക്കെ നാളെ ഓടിക്കളിക്കാനുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ അതിനെയൊക്കെ അലങ്കരിച്ചുകൊണ്ട് ഇവരുടെ തലയിൽ നിന്നുള്ള പൂക്കളാണ് അവിടെ അർച്ചനയായിട്ട് അല്ലെങ്കിൽ അഞ്ജലിയായിട്ട് വീഴുന്നത്. അതാണ് ശിഖാച്യുത മാല്യവർഷാഹ, തലമുടിയിൽ നിന്ന് വീഴുന്ന പൂക്കള്. അത് അവരുടെ ആ ധൃതി പിടിച്ചിട്ടുള്ള ഓട്ടത്തിലാണ് ഇതെല്ലാം കൊഴിഞ്ഞു വീഴുന്നത് എന്നർത്ഥം. അതുപോലെ തന്നെ അവരുടെ ഓട്ടത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? വ്യാലോല കുണ്ടല പയോദര ഹാരശോഭാഹ.
വ്യാലോലം വിശേഷേണ ആലോലം, നന്നായി ആടിയിളകുന്നത്. എന്താണത്? കുണ്ടലം. അവരുടെ കാതിലെ കുണ്ടലങ്ങള് അവരുടെ വേഗത്തിനനുസരിച്ച് ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മിന്നൽ പോലെ. പയോദരങ്ങൾ, അവരുടെ മാറുകൾ അല്ലെങ്കിൽ സ്തനങ്ങൾ, അതും ഇളകിയാടുന്നുണ്ട് അവരുടെ വേഗത സൂചിപ്പിച്ചുകൊണ്ട്. ഹാരം, അവരുടെ കഴുത്തിലൊക്കെ ഇട്ടിരിക്കുന്ന ഹാരങ്ങളും എടുത്തെറിയും പോലെ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിന്റെയൊക്കെ ശോഭയോടുകൂടിയവരായിട്ട്. അപ്പൊ ശരീരത്തിൽ ഇളകാൻ എന്തൊക്കെയുണ്ടോ അതൊക്കെ നല്ലോണം ഇളകുന്നുണ്ട് എന്നർത്ഥം. ഹാരശോഭാഹ. അതുപോലെ സവലയാഹ, വലയം എന്നാൽ കൈകളിലൊക്കെ ധരിച്ചിരിക്കുന്ന വളകള്, ആ വളകൾ കിലുക്കുന്നുണ്ട്. അതാണ് അവരുടെ വള ധരിച്ചവരാണെന്ന് അറിയുന്നത് അവരുടെ നടത്തത്തില് നല്ല കിലുകിലെന്നുള്ളതായിട്ടുള്ള ശബ്ദം. ഇനി കാലിൽ ചിലമ്പുകളൊക്കെ ഇട്ടുണ്ടാവും, അല്ലെ പാദസരങ്ങളൊക്കെ ഇട്ടുണ്ടാവും, അതിന്റെയൊക്കെ ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും പറയാവുന്നതൊക്കെ പറഞ്ഞുകൂടെ നമ്മുടെ ശുഖബ്രഹ്മർഷി ഒരു ശ്ലോകത്തില്. അങ്ങനെ നന്ദാലയത്തിലേക്ക് വ്രജതി, ഗമിക്കുന്നവരായിട്ട് ആ ഗോപ്യ വിരേജുഹു, ഗോപികമാർ ശോഭിച്ചു. കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് അല്ലെ ഈ ശുഖബ്രഹ്മർഷി. ഇപ്പൊ വാക്കുകൊണ്ട് നമുക്കൊരു ചിത്രം വരച്ച് കാണിച്ചു തരണം. നമ്മുടെ മനസ്സിൽ നമ്മൾ കാണുകയാണ് ആ ഗോപികമാര് എത്ര ധൃതിയോട് കൂടിയിട്ടാണ് സമ്മാനങ്ങളുമായിട്ട് ആഭരണങ്ങളൊക്കെ ധരിച്ച് തങ്ങളുടെ രാജ്ഞിയായ യശോദയുടെ ഉണ്ണിയെ കാണാൻ വേണ്ടി ആകാംക്ഷയോടെ പോകുന്നത്. ഗോപ്യസ്വമൃഷ്ടമണികുണ്ടല നിഷ്കണ്ഠ്യ ചിത്രാംബര പദിശികാച്യുതമല്യവർഷാഃ നന്ദാലയം സബലയാ വ്രജതീർവിരേജു വ്യാലോലകുണ്ടല പയോദരഹാരശോഭാ താ ആശിഷഃ പ്രയുഞ്ജാനാഃ ചിരം പാഹീതി ബാലകേ ഹരിദ്രാചൂർണതൈലാദ്ഭിഃ സിഞ്ചന്ത്യോ അജനം ഉജ്ജഗുഃ താ ആശിഷഃ പ്രയുഞ്ജാനാഃ ചിരം പാഹീതി ബാലകേ ഹരിദ്രാചൂർണതൈലാദ്ഭിഃ സിഞ്ചന്ത്യോ ജനം ഉജ്ജഗുഃ. താഹ അവര് ആശിഷഃ പ്രയുഞ്ജാനാഃ ആശിസ്സുകളെ പ്രയോഗിക്കുന്നവരായിരുന്നു. ആശിസ്സുകൾ എന്ന് പറഞ്ഞാല് ആശംസകൾ, അവര് ആശീർവചനങ്ങൾ. കൊച്ചുകുട്ടിയാണ്, കൊച്ചുകുട്ടി ആരാന്നൊന്നും ഇവർക്ക് അറിഞ്ഞിട്ടില്ല. കൊച്ചുകുട്ടിയുടെ തനി സ്വഭാവം കാണാൻ പോണേ ഉള്ളൂ ഇവര്, അല്ലെ? ആരാ ഭഗവാനാണെന്നുള്ളത് അറിയാൻ പോണേ ഉള്ളൂ. ഇപ്പൊ ഒരു പ്രാകൃത ശിശു, യശോദയ്ക്ക് നന്ദഗോപർക്കും ഉണ്ടായതായിട്ടുള്ള ഒരു ഉണ്ണി. അപ്പൊ ആ ഉണ്ണിക്ക് ആയുസ്സുണ്ടാവണം, നല്ല ആരോഗ്യമുണ്ടാകണം, നല്ല വളർച്ചയുണ്ടാവണം, എല്ലാ കഴിവുകളും ഉണ്ടാവണം, കീർത്തി ഉണ്ടാവണം. അതൊക്കെയാണ് ആശിസ്സുകള്. പ്രയുഞ്ജാനാഹ, ആശിസ്സുകളെ പ്രയോഗിക്കുന്നവരായിട്ട്. എന്താണ്? ചിരം പാഹി ഇതി ബാലകേ, ആ ബാലകന്റെ നേർക്ക്, കൊച്ചുകുട്ടിയുടെ നേർക്ക് ചിരം പാഹി, ഈശ്വരനോട് പ്രാർത്ഥിക്കണം. ഭഗവാനെ, അങ്ങ് ഈ കുട്ടിയെ നല്ലതുപോലെ രക്ഷിക്കൂ എന്ന്. ആരായി കിടക്കുന്ന കുട്ടി? സ്വയം ഈശ്വരൻ തന്നെയാണ്, അദ്ദേഹം തന്നെയാണ്, അല്ലേ? അങ്ങടേക്ക് അയക്കുന്ന പാക്കറ്റുകള്, അഡ്രസ്, ഭഗവാൻ അയച്ചതൊക്കെ ഇവിടേക്ക് തന്നെ വരും അവസാനം. ഭഗവാനാണ് ചെയ്യേണ്ടത്, പാലിക്കേണ്ടത്. എങ്കിലും അറിയാതെ ഒരു പ്രാകൃത ശിശുവാണെന്ന് കരുതിക്കൊണ്ട് ഈശ്വരനോട് രക്ഷിക്കാനായി കൊണ്ട് പ്രാർത്ഥിക്കണം. ചിരംപാഹി, ഇവനെ രക്ഷിച്ചാലും ഈ കുട്ടിയെ നല്ലതുപോലെ ചിരകാലം രക്ഷിക്കണമേ ഭഗവാനെ എന്ന് ബാലകേ, ബാലകന്റെ നേർക്ക് ആശിഷഃ പ്രയുഞ്ജാനാഹ. അതുപോലെ ഹരിദ്ര ചൂർണ തൈല അദ്ഭിഹി സിഞ്ചന്ത്യഃ, ഹരിദ്ര മഞ്ഞൾ ചൂർണം, ഹരിദ്രാചൂർണം മഞ്ഞൾ പൊടി കലർന്നതായിട്ടുള്ള തൈലം, എണ്ണയും കലർന്നതായിട്ടുള്ള അദ്ഭിഹി, അപ്പ് എന്ന് പറഞ്ഞാൽ വെള്ളം. അപ്പൊ ഇതെല്ലാം കലർന്നതായിട്ടുള്ള മഞ്ഞളും എണ്ണയും എല്ലാം കലർന്നതായിട്ടുള്ള വെള്ളം കൊണ്ട് സിഞ്ചന്ത്യ പരസ്പരം എടുത്ത് സേചനം ചെയ്യുന്നുണ്ട്. സന്തോഷം കൊണ്ട് പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ഗോപസ്ത്രീകളെല്ലാം പരസ്പരം ഈ വെള്ളം എടുത്ത് ചീറ്റുന്നുണ്ട്, എറിയുന്നുണ്ട് എന്നൊക്കെ അർത്ഥം. വെള്ളം കൊണ്ട് പരസ്പരം സേചനം ചെയ്യുന്നു. എന്നിട്ട് അജനം ഉജ്ജഗുഹു, അജനം എന്ന് പറഞ്ഞാൽ ഈശ്വരനോട് അല്ലെങ്കിൽ ഈശ്വരനെ കുറിച്ച് എന്നൊക്കെ അർത്ഥം. ജനനമില്ലാത്തവൻ, ജന്മമില്ലാത്തവൻ അജനൻ. ആ അജനനെ ഉജ്ജഗുഹു, ഉച്ചത്തിൽ ജഗുഹു, ഗാനം ചെയ്തു, നല്ല ശബ്ദത്തിൽ ഗാനം ചെയ്തു. ഈശ്വരനെ കുറിച്ച് പാടിക്കൊണ്ടാണ് ചിരംപാഹി എന്നുള്ള ആശീർവചനങ്ങളും പ്രാർത്ഥനകളോടും കൂടെ ഇവര് ഉത്സവം കൊണ്ടാടുന്നത്. പരസ്പരം ഈ വെള്ളങ്ങളെല്ലാം എടുത്ത് സിഞ്ചനം ചെയ്യുന്നുണ്ട് എന്നർത്ഥം. അപ്പോ ഈ ഉണ്ണിയെയും ഇതൊക്കെ തളിക്കുന്നുണ്ടാവും ചെറിയ തോതില്, അല്ലെ? ഈ
ഹരിദ്രാചൂർണവും തൈലവും അപ്പും എല്ലാം കുട്ടിക്കും ആശീർവചനം ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പ്രോക്ഷണം ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ടാവും. അത് കഴിച്ച് അതിന്റെ പ്രസാദമായിട്ട് അവരൊക്കെ പരസ്പരം തമ്മിൽ മേലേക്കൊക്കെ എടുത്തെറിഞ്ഞുകൊണ്ട് സന്തോഷിക്കുന്നു എന്നർത്ഥം. താ ആശിഷ പ്രയുഞ്ജാനാഹ ചിരം പാഹീതി ബാലകേ ഹരിദ്രാചൂർണ തൈലാബ്ദിഹി സിഞ്ചന്ത്യോ അജനമുജ്ജഗുഹു അവാദ്യന്ത വിചിത്രാണി വാദിത്രാണി മഹോത്സവേ കൃഷ്ണേ വിശ്വേശ്വരേ നന്ദേ നന്ദസ്യ വ്രജമാഗതേ. അവാദ്യന്ത വിചിത്രാണി വാദിത്രാണി മഹോത്സവേ കൃഷ്ണേ വിശ്വേശ്വരേ നന്ദേ നന്ദസ്യ വ്രജമാഗതേ. വിശ്വേശ്വരേ അനന്തേ കൃഷ്ണേ നന്ദസ്യ വ്രജം ആഗതേ സതി ആഗതേ മഹോത്സവേ. അപ്പൊ സാക്ഷാൽ വിശ്വേശ്വരൻ തന്നെയാണ്, അനന്തനാണ്, അപരിച്ഛിന്നനാണ് ഭഗവാൻ. ആദിയും അന്തവുമില്ലാത്ത ആ ഭഗവാൻ കൃഷ്ണനായിട്ട് നന്ദസ്യ വ്രജം ആഗതേ മഹോത്സവേ, നന്ദന്റെ വ്രജത്തിലേക്ക് ഗോകുലത്തിലേക്ക് ആഗമിച്ചതായിട്ടുള്ള ഈ ഒരു മഹോത്സവത്തിൽ, ഈ ഒരു എല്ലാവരുടെയും സന്തോഷം ജനിപ്പിക്കുന്ന ഈ മുഹൂർത്തത്തിൽ വിചിത്രാണി വാദിത്രാണി അവാദ്യന്ത, വിചിത്രങ്ങളായ വാദിത്രങ്ങൾ എന്ന് വെച്ചാൽ വാദ്യങ്ങൾ, പലതരത്തിലുള്ള വാദ്യങ്ങൾ ഘോഷിക്കപ്പെട്ടു, അവാദ്യന്ത വാദിക്കപ്പെട്ടു. അങ്ങനെ വാദ്യഘോഷങ്ങളോടുകൂടി ഈ കൃഷ്ണ ജന്മോത്സവം അവിടെ കൊണ്ടാടുകയാണ്. ഗോപാ പരസ്പരം ഹൃഷ്ടാഹ ദധിക്ഷീരഘൃതാംബുഭിഃ ആസിഞ്ചന്തോ വിലിംബന്തോ നവനീതൈശ്ച ചിക്ഷിബുഃ. ഗോപാ പരസ്പരം ഹൃഷ്ടാഹ ദധിക്ഷീരഘൃതാംബുഭിഃ ആസിഞ്ചന്തോ വിലിംബന്തോ നവനീതൈശ്ച ചിക്ഷിബുഃ. ആ ഗോപന്മാരും പരസ്പരം ഹൃഷ്ടാഹ, പരസ്പരം ഹർഷത്തോടുകൂടി സന്തോഷത്തോടുകൂടി ദധി ക്ഷീര ഘൃത അംബുഭിഹി ആസിഞ്ചന്തഃ. ദധി ദഹി അല്ലെ, ദധി തൈര്, ക്ഷീരം പാല്, ഘൃതം നെയ്യ്, അമ്പു വെള്ളം. അപ്പൊ ഇതൊക്കെ കൊണ്ട് പരസ്പരം ആസിഞ്ചന്തഃ നനയ്ക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെല്ലാം വാരിക്കോരി ഒഴിക്കുന്നുണ്ട്. നവനീതൈഹി വിലിംബന്തഃ, നവനീതം വെണ്ണയെടുത്ത് പരസ്പരം തേക്കുകയാണ്. ശരീരത്തിലൊക്കെ വിലിംബന്ത വിശേഷേണ ലേപനം കുറുവന്ത, നന്നായിട്ട് ലേപനം ചെയ്യുന്നു, എല്ലാവരുടെ ദേഹത്തും വെച്ച് തേക്കുന്നു വെണ്ണയൊക്കെ. ചിക്ഷിബുഹു, കുറേയൊക്കെ എടുത്ത് എറിയുകയും ചെയ്യുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വെണ്ണ കൊണ്ട് എറിഞ്ഞു കളി. അങ്ങനെ ഗോപന്മാരും അവരുടെ ഉത്സാഹം സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ഗോപാ പരസ്പരം ഹൃഷ്ടാദിതി ക്ഷീരഘൃതാംബുഭിഃ ആസിഞ്ചന്തോ വിലിംബന്തോ നവനീതൈശ്ച ചിക്ഷിബുഃ. നന്ദോ മഹാമനാസ്തേഭ്യോ വാസോലങ്കാരഗോധനം സൂതമാഗതവന്ദിഭ്യോ യേന്യേ വിദ്യോപജീവിനഃ. നന്ദോ മഹാമനാസ്തേഭ്യോ വാസോലങ്കാരഗോധനം സൂതമാഗതവന്ദിഭ്യോ യേന്യേ വിദ്യോപജീവിനഃ. ആ മഹാമനാഹ നന്ദഃ, വലിയ ഉദാരമനസ്കനായിട്ടുള്ള വാരി വാരി കൊടുക്കുന്നതിൽ സന്തോഷമുള്ളവനാണ് നന്ദൻ. ആ നന്ദൻ സൂതമാഗത വന്ദിഭ്യ, ഈ കീർത്തനങ്ങളൊക്കെ പാടുന്ന ഈശ്വരനെ സ്തുതിക്കുന്നവരും പൂർവീകരെ സ്തുതിക്കുന്നവരും ഇപ്പോഴുള്ളവരെ സ്തുതിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള സൂതന്മാരും ആഗതന്മാർ വന്ദികൾ ഇവർക്കൊക്കെ ആയിക്കൊണ്ടും വിദ്യോപജീവിനഃ, പലതരത്തിലുള്ള വിദ്യകളെ കൊണ്ട് ഉപജീവിക്കുന്നവർ, പലതരം കലകളെ കൊണ്ടും മറ്റൊക്കെ ഉപജീവിക്കുന്നവർ, വാദ്യങ്ങളെ കൊണ്ട്, ഗീതങ്ങളെ കൊണ്ട്, അങ്ങനെയുള്ള ആളുകൾക്കും അന്യേ ആരൊക്കെയുണ്ടോ മറ്റുള്ളവര് തേഭ്യ അവർക്കെല്ലാവർക്കും വാസ അലങ്കാര ഗോദനം പ്രാതാത്, വാസങ്ങൾ വസ്ത്രങ്ങൾ, അലങ്കാരങ്ങൾ മറ്റ് ആഭരണാദികൾ, അതുപോലെ ഗോദനം പശുക്കൾ. അപ്പൊ ആർക്കൊക്കെ എന്തൊക്കെ ആവശ്യമുണ്ടോ അതറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ട വസ്ത്രങ്ങളും ആഭരണങ്ങളും പശുക്കളെയും എല്ലാം ധാരാളമായിട്ട് ദാനം ചെയ്തു. പ്രാതാത്, മഹാമനസ്കനാണ്. തൈസ്തൈകാമൈരദീനാത്മാ യഥോചിതമപൂജയത് വിഷ്ണോരാരാധനാർത്ഥായ സ്വപുത്രസ്യോദയായ ച. തൈസ്തൈകാമൈരദീനാത്മാ യഥോചിതമപൂജയത് വിഷ്ണോരാരാധനാർത്ഥായ സ്വപുത്രസ്യോദയായ ച. അദീനാത്മാ, നന്ദന്റെ മനസ്സ് ദൈന്യം ബാധിക്കില്ല. അല്ലെ, ആർക്കാ ദൈന്യം ബാധിക്കുക? പിശുക്കുള്ളവർക്ക് അല്ലെങ്കിൽ ദാരിദ്ര്യമുള്ളവർക്ക്.
അയ്യോ കൊടുക്കാനില്ലല്ലോ എന്നുള്ള ചിന്ത, അല്ലെങ്കിൽ ഉണ്ടെങ്കിലും കൊടുത്താൽ തീർന്നു പോകുമോ, താൻ പാപ്പരായി പോകുമോ, അങ്ങനെ ദാനം ഇഷ്ടം പോലെ കൊടുക്കാനുള്ളതല്ലല്ലോ, കരുതൽ വേണ്ടേ എന്നൊക്കെ കരുതുന്നത് ദീനാത്മാക്കളാണ്. അങ്ങനെയുള്ള ദീനാത്മാവല്ല അധീനാത്മാ ആരെ വസുദേവര്. വാരിക്കോരി കൊടുക്കുന്നതിൽ ഒരു മടിയുമില്ല, അതുകൊണ്ട് തനിക്ക് ദൈന്യം വരുന്നുള്ള ചിന്തയുമില്ല. സന്തുഷ്ട ചിത്തനായിട്ടുള്ള അദ്ദേഹം തൈഹി തൈഹി കാമൈഹി, ഓരോരുത്തർക്കും എന്തെന്ത് വിഷയങ്ങളാണോ ആഗ്രഹം അതാത് വിഷയങ്ങളെ യഥോചിതം അപൂജയത്, യഥോചിതം ഉചിതമായ രീതിയിൽ അവർക്ക് വേണ്ട പോലെ കൊടുത്ത് സൽക്കരിച്ചു. അപൂജയത് വിഷ്ണോഹോ ആരാധനാർത്ഥായ സ്വപുത്രസ്യ ഉദയായച്ച. ഇത് ചെയ്യുന്നത് എന്തിനു വേണ്ടി? ആ സർവവ്യാപിയായിരിക്കുന്ന സർവാത്മാവായിരിക്കുന്ന വിശ്വമൂർത്തിയായിരിക്കുന്ന വിഷ്ണുവിനെ സന്തോഷിപ്പിക്കാൻ. വിഷ്ണോഹോ ആരാധനാർത്ഥായ, തന്റെ മുമ്പിൽ വരുന്നവരൊക്കെ വിഷ്ണുവിന്റെ പ്രതിപുരുഷന്മാരാണ്, വിഷ്ണുവിന്റെ മൂർത്തികളാണ്. അപ്പൊ അവരെയൊക്കെ സന്തോഷിപ്പിച്ചാൽ വിഷ്ണുവിന്റെ ആരാധനയായി. അതുപോലെ സ്വപുത്രസ്യ ഉദയായ, തന്റെ പുത്രന്റെ അഭ്യുദയത്തിനായിക്കൊണ്ട്, അഭിവൃദ്ധിക്കായിക്കൊണ്ട്, ക്ഷേമത്തിനായിക്കൊണ്ട്, ഇവരുടെയൊക്കെ അനുഗ്രഹം കിട്ടിയാൽ തന്റെ പുത്രന് അഭ്യുദയം ഉണ്ടാവും എന്നുള്ള ഉറപ്പുമുണ്ട്. അങ്ങനെ ധാരാളമായിട്ട് വന്നവർക്കൊക്കെ സമ്മാനങ്ങൾ കൊടുത്ത് അവരെല്ലാം സന്തോഷിപ്പിച്ചു എന്ന് താല്പര്യം തുടരുന്നുണ്ട്. നമുക്ക് വൈകിട്ട് കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. വൈകിട്ട് 6:30 ശേഷം കാണാം. ഹരി ഓം. നാരായണ. എല്ലാവർക്കും ശുഭദിനം.